അഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം. സർവേശ്വര സ്വാമിയേ ശരണമയ്യപ്പ. പ്രഹ്ലാദൻ്റെ ചരിത്രം, ഏറ്റവും പുണ്യമായിട്ടുള്ള ചരിത്രം, ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടത്. അനവധി പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരണം. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പ്രഹ്ലാദൻ തൻ്റെ സതീർത്ഥ്യർക്ക് പറഞ്ഞു കൊടുത്തതിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞു തന്നു. ഇപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് കുറച്ച് സമയം എനിക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഹിരണ്യകശിപു എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് അവതാര ഭാഗം പറയാനാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞതിന് ശേഷം പാരായണത്തോടു കൂടി സമാപിക്കും ഇന്നത്തെ ദിവസം. ഹിരണ്യകശിപുവിൻ്റെ ജനനം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം. സന്ധ്യാനേരത്ത് ഉണ്ടായിട്ടുള്ള സംയോഗത്തിൻ്റെ ഫലമായിട്ടാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു ഉണ്ടായിട്ടുള്ളത്. ഹിരണ്യകശിപു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമതയാണെന്ന് വിസ്തരിച്ച് പറഞ്ഞിരുന്നു. നമുക്ക് എല്ലാറ്റിനോടും തോന്നുന്ന നമ്മുടെ അറ്റാച്ച്മെൻറ്റ് അത് തന്നെയാണ് ഹിരണ്യാക്ഷൻ. ഇവിടെ അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് സാക്ഷാൽ ഹിരണ്യകശിപുവിനെയാണ്. ഹിരണ്യകശിപു അഹങ്കാരമാണ്. മമതയെ മാറ്റാനുള്ള കഥകളാണ് 6ാമത്തെ സ്കന്ധം വരെയും ശുഗമഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. 6ാമത്തെ സ്കന്ധം വരെയുള്ള എല്ലാ കഥകളിലും അറ്റാച്ച്മെൻറ്റാണ്. അജാമിളനാണെങ്കിലും പുരഞ്ജനാണെങ്കിലും ഒക്കെ അറ്റാച്ച്മെൻറ്റിൻ്റെ കളിയാണ്. അത് മാറ്റാൻ പിന്നെയും എളുപ്പമാണ്. ചെകിടത്തൊരടി കിട്ടിയാൽ മമത പോകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അഹങ്കാരത്തിനെ അടിച്ചാൽ പോവില്ല, അതിനെ കൊല്ലണം. അഹങ്കാരത്തിനെ കൊല്ലണമെങ്കിൽ ചില്ലറ പണിയല്ല, അതിന് ചില കണ്ടീഷൻസൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ഹിരണ്യകശിപുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കാം. അയാളുടെ സഹോദരൻ ഹിരണ്യാക്ഷനെ കൊന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബന്ധുക്കളോട് പറയുന്നത് ഭഗവാൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഭഗവാനെ ചീത്ത വിളിക്കുകയാണ്. അത് തസ്യ തെക്തസ്വഭാവസ്യ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട്. അതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ ഭഗവാൻ ശുദ്ധസ്വരൂപനൊക്കെ ആണെങ്കിലും തൻ്റെ സ്വഭാവത്തിനെ ഉപേക്ഷിച്ചിട്ട് ഈ മായ കൊണ്ട് ചില രൂപങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. വരാഹം പോലുള്ള രൂപങ്ങളൊക്കെ മാത്രമല്ല, എന്നിട്ട് ഭജിക്കുന്ന ആൾക്കാരെ, പുള്ളിയെ പുകഴ്ത്തുന്നവരെ മാത്രമേ അവൻ സഹായിക്കുന്നുള്ളൂ. ഇപ്പോൾ ചെറിയ കുട്ടികളെ പോലെ ഭഗവാന്റെ മനസ്സിന് അസ്ഥിരത വന്നിട്ടുണ്ട് ഇപ്പോൾ. കാരണം സ്തുതിയൊക്കെ കേട്ടിട്ട് ഇപ്പോൾ ഒരു അഹങ്കാരം വന്നിട്ടുണ്ട് ഭഗവാന്. അതുകൊണ്ട് അങ്ങനെയുള്ള അവനെ ഞാൻ എൻ്റെ ഈ ശൂലം കൊണ്ട് കുത്തി കൊല്ലാൻ പോകുന്നു, അവനെ പിന്നെ ഭഗവാനായിട്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭഗവാന്റെ മനസ്സിന് സ്ഥിരതയില്ല എന്ന് ഹിരണ്യകശിപു ഇവിടെ പറയണു. നോക്കൂ, ഭഗവാൻ എന്ന് പറഞ്ഞാൽ സച്ചിത്താനന്ദ സ്വരൂപനാണ്, അല്ലേ? സത്ത് ചിത്ത് ആനന്ദ സ്വരൂപനാണ്. പക്ഷേ ലോകത്ത് എല്ലായിടത്തും ക്ലേശവും അറിവില്ലായ്മയും സങ്കടവും ഒക്കെ ധാരാളം കാണുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് ഗീത പോലുള്ള സ്ഥലങ്ങളിൽ ഭഗവാൻ പറഞ്ഞു ഞാനല്ലാണ്ട് ഒന്നുമില്ല എന്ന്. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈശ്വരൻ ഇല്ലേ എന്ന് ചോദിക്കുന്നതിൻ്റെ വേറൊരു രൂപമാണ് ഈശ്വരൻ്റെ മനസ്സിന് സ്ഥിരതയില്ലാണ്ടായിരിക്കണു എന്ന് ഹിരണ്യകശിപു ഇവിടെ വിളിച്ചു പറഞ്ഞു. ഹിരണ്യകശിപുവിൻ്റെ ഈ സ്വഭാവം നമ്മുടെ കാലഘട്ടത്തിൽ പല ആൾക്കാർക്കും ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഒരാൾക്കൊരു മദ്യപാന സ്വഭാവം ഉണ്ടെങ്കിൽ ഭഗവാനല്ലേ എനിക്ക് മദ്യപാന സ്വഭാവം ഉണ്ടാക്കിയത് എന്ന് പറയും, അല്ലേ? എനിക്കെന്തിനാണ് ഈ സ്വഭാവം തന്നതെന്നാണ് ചോദിക്കുന്നത്. അതേമാതിരി ഒരാൾ കല്യാണം കഴിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ചുപോയി. അപ്പം പറയാണ് 22 വയസ്സുള്ള എൻ്റെ ഭാര്യ എന്തിന് ഭഗവാൻ കൊന്നു? 2 കൊല്ലമായിട്ടുള്ള അയാളുടെ ഭാര്യയായിട്ട്, അതിനു മുമ്പ് 20 വർഷം അയാളുടെ ഭാര്യയല്ല. അയാൾ ആ 20 അത്രയും ആ 2 കൊല്ലത്തിന് മുമ്പ് അയാൾ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചിരുന്നെങ്കിലോ അല്ല ബ്രഹ്മചര്യം എടുത്തിരുന്നെങ്കിലോ ഈ ബന്ധവുമില്ല, പറയാൻ പരാതിയുമില്ല. 2 കൊല്ലമായിട്ടുള്ള ഭാര്യ മരിച്ചിട്ടാണ് അയാൾ പറഞ്ഞ് 22 വയസ്സുള്ള എൻ്റെ ഭാര്യ എന്തിനാ അൽപായുസാക്കി കൊന്നതെന്ന് പറയണം. ഈ ലോജിക്കില്ലായ്മ മുഴുനീളം നമ്മൾ ഈശ്വരൻ്റെ മേലെ ആരോപിക്കുന്ന കാര്യം. പൂന്താനത്തിൻ്റെ ഭാര്യ ഇത് തന്നെയാണ് ചെയ്തത്. പൂന്താനത്തിൻ്റെ കഥ ആവർത്തിച്ച് ഞാൻ പറയുന്നതാണ്. അപ്പോൾ പൂന്താനത്തിൻ്റെ ഭാര്യയും ഇത് തന്നെയാണ് ചെയ്യണം. ഭഗവാൻ എന്ത് നഷ്ടം നമ്മൾ സംഭവിച്ചാലും അതിന് നമ്മൾ ഭഗവാനെ ചീത്ത പറയും. ഭഗവാൻ എന്നെ കൊന്നു, എന്നെ നശിപ്പിച്ചു, എൻ്റെ ഹൃദയം തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വാസിയാണെങ്കിലും ഇല്ലെങ്കിലും ഇത് പറയും. ചുരുക്കി പറഞ്ഞാൽ സ്വപ്നത്തിൽ നടക്കണ പോലെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ അത് കണ്ണു തുറന്നാൽ ആ സ്വപ്നത്തിലെ ദുഃഖം ഇല്ലാണ്ടാവുന്ന അല്ലെങ്കിൽ സുഖം ഇല്ലാണ്ടാവുന്നത് പോലെയാണ് ഈ ജീവിതം എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാത്തത്. നമ്മൾ അത്രമാത്രം ദേഹബോധത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. ആ ദേഹബോധത്തിൽ ഇരിക്കാനുള്ള കാരണം എന്താ? അഹങ്കാരം. ഈ അഹങ്കാരത്തിന് ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവത്തിനെയാണ് നമ്മൾ ശരിക്കും ആ കണ്ടീഷൻസ്. ബ്രഹ്മാവിൻ്റെ അടുത്ത് ഹിരണ്യകശിപു തൻ്റെ ബന്ധുക്കളെയൊക്കെ ആശ്വസിപ്പിച്ച് തപസ്സിനും ആ ആശ്വസിപ്പിക്കലൊക്കെ കേൾക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്തും ഈ മഹാക്രൂരന്മാരും കുഴപ്പക്കാരുമായിട്ടുള്ള ആൾക്കാർ വലിയ വേദാന്തം പറഞ്ഞ കാണാം, വലിയ തത്വജ്ഞാനമൊക്കെ പറയും.
ബന്ധുക്കളോട് പറഞ്ഞു, എന്താ ഇപ്പം കരഞ്ഞിട്ട് കാര്യം? സുയജ്ഞൻ എന്ന് പറഞ്ഞിട്ട് രാജാവിൻ്റെ യുദ്ധക്കളത്തിൽ മരിച്ചപ്പോൾ അയാളുടെ ഭാര്യമാർ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാലൻ ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, മരിച്ച ആൾക്കാർ തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥ പറഞ്ഞു. നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില വ്യക്തികൾ നമ്മുടെ വിഷമത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കാനൊക്കെ വരും. ആ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവർക്കൊരു വിഷമം വരുന്ന സമയത്ത് അവരുടെ ഈ ഫിലോസഫി ഒന്നും അവിടെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ കൂർക്കം വലിച്ചുറങ്ങുന്ന ഒരാളെ നോക്കിയിട്ട് ഈ 3 ബർത്തുള്ള ട്രെയിനിൽ ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങാൻ പറ്റില്ല പറയും. കുറച്ച് കഴിഞ്ഞാൽ അയാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ പരാതി പറഞ്ഞ ഒരുത്തൻ ഇതിലും ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കാനാകാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതേപോലെയാണ് ഹിപ്പോക്രസി, ഇരട്ടത്താപ്പ് എന്ന് പറയും. ഹിരണ്യകശിപുവിൻ്റെ ഇരട്ടത്താപ്പ് ആദ്യം തന്നെ വ്യാസമഹർഷി തുറന്നു കാണിക്കുന്നുണ്ട്. അഹങ്കാരത്തിന് എപ്പോഴും ഇരട്ടത്താപ്പ് ഉണ്ടാവും. അഹങ്കാരത്തിൻ്റെ വിചാരം എനിക്കെല്ലാം അറിയാം, അതുകൊണ്ട് തത്വം പറയും. എന്നാൽ ആ തത്വം ജീവിതത്തിൽ പകർത്തില്ല. അപ്പോൾ അനിയൻ സഹോദരൻ്റെ മരണത്തിലുള്ള ആ പ്രതികാരം വെച്ചിട്ടാണ് തപസ്സിന് പോകുന്നത്. അപ്പോൾ തപസ്സിന് തന്നെ ഒരു അശുദ്ധ ഭാവം വന്നു. പക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നശിക്കില്ല, അത് പുഴുത്തളിഞ്ഞ് ഇങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് അശ്വത്ഥാമാവിനെ പകയുടെ പ്രതീകമായിട്ട് പറയണത്. അശ്വത്ഥാമാവ് പുഴുത്തളിഞ്ഞ് നടക്കുകയാണ്. പക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മനുഷ്യന്. അത് ഭഗവാന്റെ ഈ എന്താ പറയുക, ശരിക്കും പരീക്ഷിച്ച് ജനിക്കുന്ന സമയത്തൊക്കെ പറയേണ്ടിയിരുന്ന കാര്യം അന്ന് നമുക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അശ്വത്ഥാമാവിനെ കുറിച്ച് പറയാതെ വിട്ടുപോയത്. അപ്പോൾ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്, മോട്ടിവേഷൻ എന്ന് പറയുന്നത് പകയാണ്. അഹങ്കാരത്തിന് പക പെട്ടെന്ന് ട്രിഗറാവും. അങ്ങനെയുള്ള അഹങ്കാരത്തിനെ എങ്ങനെ നശിപ്പിക്കും? ആ നശിപ്പിക്കാനുള്ള വഴികളാണ് ആ കണ്ടീഷൻസ്. ഹിരണ്യകശിപു പോകുന്നു, എല്ലും തോലും ആകുന്നവരെ തപസ് ചെയ്യണു, ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നു. വരൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്ന ആ പറയുന്ന കാര്യം, രാത്രിയിലും പകലും മരിക്കരുത്, വീടിൻ്റെ അകത്തും പുറത്തും മരിക്കരുത്, ആയുധം കൊണ്ട് മരിക്കരുത്, ബ്രഹ്മസൃഷ്ടികളുടെ കയ്യിൽ നിന്ന് ഒന്നുകൊണ്ടും മരിക്കരുത്. ഇങ്ങനെയൊക്കെ അനവധി കണ്ടീഷൻസാണ് പറയുന്നത്. അഹങ്കാരത്തിനെ നോക്കൂ. അഹങ്കാരം വീടിൻ്റെ അകത്തും പുറത്തും മരിക്കില്ല, ആകാശത്തും ഭൂമിയിലും മരിക്കില്ല, ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മരിക്കില്ല, ആയുധം കൊണ്ട് മരിക്കില്ല. ബ്രഹ്മസൃഷ്ടികൾക്ക് ഒന്നും തന്നെ അഹങ്കാരത്തിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ അങ്ങനൊരു സൃഷ്ടി ഉണ്ടാവണം, ഒരു വെപ്പൺ വേണം. ആ വെപ്പൺ നരസിംഹസ്വാമിയുടെ ചെറുവിരലിൻ്റെ നഖമാണ്. ആ നഖത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ബ്രഹ്മജ്ഞാനം അഹങ്കാരത്തെ ഒന്ന് തൊട്ടാൽ, ചെറുവിരൽ കൊണ്ടൊന്ന് കീറിയാൽ ആ അഹങ്കാരം നിശേഷം പൊടിഞ്ഞു പോകുന്നതെന്നുള്ളതാണ്. അഹങ്കാരത്തിനെ വധിക്കണം, കൊല്ലണം. കൊല്ലാതെ അഹങ്കാരം പോവില്ല. അതിനൊരു അടി കൊടുത്താലൊന്നും അത് തീരില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കിടന്നുറങ്ങുന്ന ഒരാളെ ഒരു 10 പേര് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ ഒരാളുടെ പേര് ചൊല്ലി വിളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഉണരുമായിരിക്കും, ആരും എണീച്ച് വരില്ല. എണീച്ച് വരുന്ന ആൾ ആ പേരിൻ്റെ ഉടമയായിരിക്കും. അത് തന്നെയാണ് അഹങ്കാരത്തിൻ്റെ ഫസ്റ്റ് ലക്ഷണം. ഞാൻ ആ പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതുകൊണ്ടാണ് എണീച്ച് വരുന്നത്. അപ്പോൾ ഉറക്കത്തിലും അഹങ്കാരം വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. വീടിൻ്റെ അകത്തും സന്ധിക്കും പകലും രാത്രിയിലും ഒന്നും അഹങ്കാരം മരിക്കണില്ലല്ലോ. തപസ്സിന് പോയാൽ പോലും അതുണ്ട്. അതുകൊണ്ടാണ് ഈ യോഗസിദ്ധികളൊക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഈ അഹങ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടാണ് സിദ്ധികൾ നിൽക്കുക. എന്നെക്കൊണ്ട് സാധിക്കും, എനിക്ക് വെള്ളത്തിൽ നടക്കാൻ പറ്റും, എനിക്ക് ഒരു നോട്ടത്തിൽ ഒരാളെ ഭസ്മാക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ കൗശിക മഹർഷി 2 പക്ഷികളെ കരിച്ചു കളഞ്ഞ കഥ പറഞ്ഞില്ലേ. ഇത് നമ്മുടെ നാട്ടിലെ ഈ ഉപാസക വേഷം കെട്ടി നടക്കുന്ന പല ആൾക്കാർക്കും ഉള്ള പ്രശ്നം അഹങ്കാരാധിഷ്ഠിതമായിട്ടുള്ള ഉപാസനയാണ്. അതുകൊണ്ട് ഇവർക്ക് കൈവല്യം കിട്ടില്ല. ഇവിടെ കൈവല്യം കിട്ടാൻ എന്താ മാർഗം? ആ അഹങ്കാരത്തിനെ കൊന്നേ പറ്റൂ എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജയവിജയന്മാരുടെ ആ കഥയുടെ തുടർച്ചയായിട്ട്, കാരണം അഹന്തയും മമതയും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ജയവിജയന്മാർക്ക് ഈ 6ാമത്തെ ചക്രം കടന്നിട്ട് 7ാമത്തെ ചക്രത്തിൽ കടന്ന ഗേറ്റിലാണല്ലോ അവർ നിന്നിരുന്നത്. ഇത്രയും യോഗി സാധിച്ചു. മൂലാധാരം തൊട്ട് ഓരോ ചക്രം ഭേദിച്ച് രുദ്രഗ്രന്ഥി വിവേദിനി, വിഷ്ണുഗ്രന്ഥി വിവേദിനി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട് ലളിതാ സഹസ്രനാമത്തിൽ. ഇതൊക്കെ ഭേദിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും അഹന്തയും മമതയും പോയില്ല സാധകന്. അപ്പോൾ ആദ്യം മമതയെ ചെറുടത്തടിച്ചു കൊന്നു. ഇനി അഹന്തയെ കൊല്ലുന്നതിന് ഈ വിധത്തിലുള്ളൊരു അവതാരം വരണം. ഇതൊക്കെ നമ്മുടെ സാധകമാർഗത്തിൽ വരുന്ന കാര്യങ്ങളെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹിരണ്യകശിപു വരമൊക്കെ കിട്ടി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ മുഴുവൻ ഈശ്വര നിഷേധം നടപ്പിലാക്കി. എല്ലാ തരത്തിലും ദ്രോഹിക്കാൻ തുടങ്ങി ജനങ്ങളെ. 3 ലോകങ്ങളും പിടിച്ചടക്കി. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാര്യ ഒരു മകനെ പ്രസവിക്കുന്നത്. പ്രഹ്ലാദൻ ശരിക്ക് 2ാമത്തെ പുത്രനായിട്ടാണ്. വേറെയും ഹ്ലാദൻ, അനുഹ്ലാദൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കൂടപ്പറപ്പുകൾ വേറെ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ ഓരോ ഇദ്ദേഹത്തിനാണ് പ്രഹ്ലാദൻ എന്ന് പേര് കൊടുത്തത്.
ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇദ്ദേഹത്തിനെ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് ഹിരണ്യകശിപു തപസ്സിന് പോയിരിക്കുകയായിരുന്നു. അന്ന് ഇന്ദ്രൻ വന്നിട്ട് ഹിരണ്യകശിപുവിൻ്റെ കുഞ്ഞിനെ കൊല്ലണം. ഇന്ദ്രൻ ഈ ഗർഭത്തിൽ കയറിയിട്ട് കുട്ടികളെ കൊല്ലണത് ഒരു ഹോബിയാണ്. മനസ്സ് എപ്പോഴും ശത്രുവിനെ മുൻകൂട്ടി നശിപ്പിക്കാൻ നോക്കുന്നതാണ് അതിൻ്റെ അർത്ഥാക്കേണ്ടത്. അങ്ങനെ കൊല്ലാനായിട്ട് കയാധുവിനെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കുമ്പോൾ നാരദൻ വന്ന് രക്ഷിച്ചു കൊണ്ടുപോയി ആശ്രമത്തിൽ പാർപ്പിച്ച്. നാരദൻ്റെ കണ്ടീഷനിങ്ങാണ്. കയാധു ഇരുന്ന് ഉറങ്ങുമ്പോൾ പോലും നാരദൻ പറയണ കഥകൾ കേട്ടിട്ട് ഗർഭത്തിലിരുന്ന് പ്രഹ്ലാദൻ മൂളിക്കൊണ്ടിരുന്നു എന്നാണ് പറയും. ഈ കഥ പ്രഹ്ലാദൻ തന്നെ ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ തൻ്റെ സതീർത്ഥ്യർക്ക് ഇത്രയും അറിവുകൾ പകർന്നു കൊടുക്കുമ്പോൾ അവർ പറയും, എടാ നമ്മൾ ഒന്നിച്ച് തന്നെയല്ലേ പഠിച്ചത്, LKG തൊട്ട് ഒരേ ക്ലാസ്സിലാണ് പഠിക്കണം, നമ്മളെ പഠിപ്പിക്കണതൊക്കെ ശുക്രാചാര്യരുടെ മക്കളായിട്ടുള്ള ഷണ്ഡനും അമർക്കനുമാണ്, നമ്മൾ പഠിച്ചതൊന്നും ഇതല്ലല്ലോ, നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ ഗർഭത്തിൽ നിന്ന് പഠിച്ചതാണ് എന്ന് പറയും. അപ്പം അങ്ങനെ വിദ്യാഭ്യാസത്തിനായിട്ട് ആദ്യം പറഞ്ഞയക്കുന്ന സമയത്ത് ഹിരണ്യകശിപുവിന് ഒരു ധാരണയില്ല തൻ്റെ മകൻ ഇങ്ങനെയായിരിക്കുന്നത്. അദ്ദേഹം ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. വാത്സല്യമുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം കളിച്ചോണ്ടിരിക്കേണ്ട കുട്ടി പിടിച്ച് മടിയിലിരുത്തി ചോദിച്ചു, മോനെ നിനക്ക് എന്താ നീ പഠിച്ചത്, എന്താ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പഠിച്ച് നമ്മൾ ചോദിക്കില്ലേ കുട്ടികളോട്, താറാപാറ പഠിച്ചു കഴിഞ്ഞാൽ ഏതാ നിനക്ക് ഇഷ്ടപ്പെട്ട വാക്ക് ചോദിക്കണ മാതിരി മടിയിൽ വെറുതെ പിടിച്ചിരുത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ ഞാൻ എന്നും എൻ്റേതെന്നുള്ള ബോധം ഉണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ വിട്ടിട്ട് മനുഷ്യൻ എത്രയും പെട്ടെന്ന് കാട്ടിൽ പോയിട്ട് ഹരിയുടെ കാൽക്കൽ ചേരുക നല്ലത് പറഞ്ഞു. ഇത്ര ചെറിയ കുട്ടി ഞെട്ടിപ്പോയി. പിടിച്ച മടി, നീ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. ആ ഇതന്നെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അപ്പം അടിക്കുകയും പിടിക്കുകയൊന്നും ചെയ്തില്ല. ശുക്രൻ്റെ മക്കളെ വിളിച്ചു, ഇവനെ എന്താ പഠിപ്പിക്കണമെന്ന് ചോദിച്ചു. അല്ലേ ഇതൊക്കെ തന്നെ ABCD ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാണ്ട് ഞങ്ങൾ വേറെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇവൻ്റെ ബുദ്ധി ആരോ ദൂഷിപ്പിച്ചിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം, എത്രയും പെട്ടെന്ന് ഇവനെ നേർവഴിക്ക് കൊണ്ടുവരണം പറഞ്ഞിട്ട് പറഞ്ഞു. വീണ്ടും ഇവർ പഠിപ്പിക്കും, ഇവർ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്ത് പഠിപ്പിക്കും. പ്രഹ്ലാദൻ അവർ പഠിപ്പിച്ചതൊന്നും സ്വീകരിച്ചില്ല. കാരണം നമ്മുടെ ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനത പ്രഹ്ലാദൻ വൃത്തിയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം വേറെ 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 എന്ന് കാണാനാണ് പഠിപ്പിക്കുന്നത്. ദ്വന്ദ്വങ്ങളും അതിൽ കൂടുതലുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഒന്നൊന്നിനെക്കാട്ടിലും മികച്ചതാവണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു, കോമ്പറ്റീഷൻ പഠിപ്പിക്കുന്നു. ഇതെല്ലാം അതായത് ഏകീകൃതമായിട്ടുള്ള ഒരു ഭാവന കൊണ്ടുവരാൻ ഇന്നത്തെ എഡ്യൂക്കേഷൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ആദ്യമേ 5 വയസ്സുള്ള കുട്ടി മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ പറയണം, ഭേദഭാവം ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ പഠിക്കില്ല എന്ന്. ക്ലാസ്സിൽ ഇവർ രാജ്യതന്ത്രമൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പഠിപ്പിക്കുമ്പോഴും പുള്ളി ഭഗവാനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അത് ചെറുപ്പത്തിലേ ഉള്ള സംസ്കാരമാണ്. എല്ലാറ്റിലും ഏകഭാവന കാണാൻ വിശ്വരൂപൻ്റെ വധം പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ വരണത്. വീണ്ടും വിശ്വഭാവനെ വധിച്ചു ഇന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് വൃത്രൻ്റെ കഥയും പറഞ്ഞിട്ട് വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. ആ വിശ്വഭാവനയാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഇതാണ് വിദ്യാഭ്യാസം. നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് മറ്റ് വിദ്യാഭ്യാസം ഒഴിച്ചുകൂടാൻ പറ്റില്ല, കോമ്പറ്റീഷന്. പക്ഷെ നമ്മുടെ മക്കളെ ഈ വിശ്വഭാവന പഠിപ്പിക്കേണ്ടത് കുറഞ്ഞത് നമ്മുടെ കടമയാണ്. അവർ പുറത്തു പോയിട്ട് വിഷയങ്ങൾ പഠിച്ചോട്ടെ. അത് ജീവസന്ധാരണത്തിന് വേണ്ടിയിട്ടും അത് ഈശ്വരോന്മുഖമായിട്ട് സമർപ്പിച്ച് ജീവിക്കാനും വേണ്ടി പഠിപ്പിക്കുക. ഇത് പ്രഹ്ലാദൻ്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പ്രഹ്ലാദൻ തുറന്ന് പറയുന്നുണ്ട്, ഞാനെന്തിനാ പഠിക്കേണ്ടത്, നിങ്ങൾ ഭേദഭാവമല്ലേ പഠിപ്പിക്കണത്, അത് വേറെ ഇത് വേറെ, ഞാൻ രാജാവ് അത് പ്രജ, ഇത് കള്ളൻ അത് പോലീസ്, ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ഇതിങ്ങനെ വെവ്വേറെ 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 വസ്തുക്കളായിട്ട് പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ എല്ലാം വേറെ 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 എന്നുള്ള ചിന്തകൾ ഉണ്ടാവുക. ഇതിന് പുറമെ സമൂഹം കാണിച്ചു തരുന്ന വെവ്വേറെ വേറെ 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 അങ്ങനെ പോയിട്ട് ഇതിൻ്റെ ഏകീകൃത സ്വഭാവം ഇല്ലാണ്ടായി തീരുന്നു. അതുകൊണ്ട് എനിക്കിത് പഠിക്കാൻ താല്പര്യമില്ല. ഹരി 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 എന്ന് മാത്രം പഠിച്ചാൽ എനിക്ക് എല്ലാറ്റിലും ഹരിയെ കാണാൻ സാധിക്കും, ഞാൻ അതുകൊണ്ട് അതേ പഠിക്കുള്ളൂ. കൂടിയിരിക്കുന്നവർക്കും ഒക്കെ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് രണ്ടാമത് വിളിക്കുന്നത്. ആ രണ്ടാമത് വിളിച്ചിട്ട് ഹിരണ്യകശിപുവിന് കുറച്ച് ടെൻഷൻ തുടങ്ങിയ സമയമാണ്. അദ്ദേഹം വിളിച്ചിട്ട് ചോദിക്കും, മടിയിലിരുത്തിയിട്ട്, മോനെ നിന്നെ ഞാൻ വളരെ പ്രതീക്ഷയോടെയാണ് പഠിപ്പിക്കുന്നത്, നീ പറയണം എന്താണ് നീ പഠിച്ചത്, അത് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞതാന്ന് പറയുമ്പോൾ അച്ഛൻ്റെ മടിയിലിരുന്നിട്ട്, അച്ഛാ ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് ചൊല്ലിയ ശ്ലോകമാണ് നേരത്തെ കേട്ടത്. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. കേൾക്കുക, കീർത്തിക്കുക, ഇത് രണ്ടുമാണ് സ്റ്റാർട്ടിംഗ് പോയിന്റുകൾ. ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം, വിഷ്ണുവിനെ സ്മരിക്കുക, പാദസേവനം ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുക, അർച്ചിക്കുക, വന്ദിക്കുക, ദാസനായിട്ട് പ്രവർത്തിക്കുക, സഖ്യം തോളത്ത് കേട്ട് നടക്കുക, ആത്മനിവേദനം ചെയ്യുക. ഇതിനൊക്കെ ഓരോ ഭക്തന്മാരും വിശേഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഇത് കേട്ടതോട് കൂടിയിട്ട് രാജാവിന് ശരിക്കും ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രഹ്ലാദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നമ്മൾ പറഞ്ഞു ഭാഗവതത്തിൻ്റെ എസൻസ് എന്താ? സത്യം പരം ധീമഹി എന്ന് പറഞ്ഞു. ഈ സത്യം പരം ധീമഹി എന്ന് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് സത്യഗ്രഹം. അല്ലാണ്ട് കൊടിയും പിടിച്ചിട്ട് സർക്കാർ ഓഫീസിന് മുന്നിൽ ഇരിക്കലല്ല സത്യഗ്രഹം. സംസ്കൃതത്തിൽ സത്യഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതാണ്. സത്യാഗ്രഹമല്ല, ശരിക്കും സത്യഗ്രഹമാണ്. ആ സത്യഗ്രഹം ആദ്യമായിട്ട് ലോകത്തിൽ ചെയ്ത് കാണിച്ച ആൾ പ്രഹ്ലാദനാണ്. പ്രഹ്ലാദൻ്റെ സത്യഗ്രഹമാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കാണാം, ആ സത്യഗ്രഹത്തിൻ്റെ അവസാനമാണ് സ്തംഭം വളർന്നത്. ഈ സത്യഗ്രഹം ചെയ്യുന്ന പ്രഹ്ലാദൻ അച്ഛനോട് പറയുകയാണ്, അച്ഛാ, ഈ വിധത്തിൽ 9 തരം വഴികളുണ്ട്. ഈ 9 തരം വഴികളിൽ കൂടെ അങ്ങേക്ക് ഭഗവാനെ കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പ്രഹ്ലാദൻ്റെ ശരണാഗതിയാണ് അവിടെ കാണിക്കുന്നത്. കാരണം ഈ ഭക്തിയുടെ സകല 9 ഭാവങ്ങളിൽ കൂടി നമ്മൾ എത്തിച്ചേരുന്ന ഭാവം എന്ന് പറയുന്നത് ശരണാഗതിയാണ്. വൈഖാനസം വൈഷ്ണവത്തിൽ വെങ്കടാചലപതിയുടെയൊക്കെ സിസ്റ്റത്തിൽ അതിനെ കുറച്ചുകൂടെ കയറ്റിയിട്ട് പറയും പ്രപത്തി എന്ന് പറയും. വെങ്കടേശ പ്രപത്തി എന്ന് പറഞ്ഞിട്ടൊരു സ്തോത്രം തന്നെയുണ്ട്. പ്രപത്തി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, എന്നെ എന്താ വെച്ചാൽ നീ ചെയ്തോ പറഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത്. അങ്ങനെ ശരണാഗതിയാണ് പ്രപത്തി. അങ്ങനെ ആ പ്രപത്തി അഥവാ ശരണാഗതിയെ അഭിമുഖീകരിക്കുമ്പോൾ അഹങ്കാരത്തിന് വിറ തുടങ്ങും. നമ്മുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നതാണ്. നമ്മളെ ഭഗവാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ അഹങ്കാരത്തിന് ഒരു അസ്ഥിരത ഉണ്ടാവാൻ തുടങ്ങും, ഒരു പേടി തുടങ്ങും. കാരണം ഈ ശരീരബോധമാകണ അഹങ്കാരത്തിന് അതിൻ്റെ അസ്തിത്വം നശിക്കുകയാണ്, അതില്ലാണ്ടായി തുടങ്ങുകയാണ്. നമ്മൾ ശരണാഗതിയിലേക്ക് പോകും തോറും ഭഗവാനെ നീ എന്നെ എടുത്തോ പറഞ്ഞ് നമ്മൾ ഓരോ തവണ നമസ്കരിക്കും. വിനയം വർദ്ധിക്കും തോറും അഹങ്കാരത്തിന് ഇടിവുണ്ടാവും. മനസ്സിലാവണില്ലേ? ഞാൻ പറയണ ഐഡിയ കിട്ടുന്നില്ലേ? ഇത് സംഭവിക്കുന്നത് കൊണ്ട് ക്രോധം പടിയായിട്ട് വർദ്ധിക്കാൻ തുടങ്ങും. അതായത് ഉപാസനയുടെ വഴിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ചില പിരിമുറുക്കങ്ങളൊക്കെ തുടങ്ങും. ഇത് ശരിയാണോ? ഇത് വേണോ? ഇനിയിപ്പോൾ ഞാൻ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ നടന്നിട്ട് പെട്ടെന്ന് ഞാൻ ശാന്തനായ മറ്റുള്ളവരെന്നെ മാനിക്കുമോ? ഇവരൊക്കെ എൻ്റെ തലയിൽ കയറി ഡാൻസ് കളിക്കില്ലേ എന്നൊക്കെ തോന്നാൻ തുടങ്ങും. ഈ പറയുന്ന ഓരോ ഭക്തിയുടെ ഭാവത്തിലും അതാത് ഭക്തന്മാർ, ഇപ്പോൾ ശ്രവണ ഭക്തി കൊണ്ടാണെങ്കിൽ പരീക്ഷത്തിനാണെന്നുണ്ടെങ്കിലും, കീർത്തനം കൊണ്ട് സുഗമഹർഷി ആണെങ്കിലും, സ്മരണ കൊണ്ട് പ്രഹ്ലാദൻ സ്വയാണെങ്കിലും, പാദസേവനം കൊണ്ട് മഹാലക്ഷ്മി ആണെങ്കിലും, അർച്ചനം കൊണ്ട് പൃഥു, ഞാൻ പറഞ്ഞിരുന്നു അർച്ചിസെന്ന് ഭാര്യയുടെ പേര് വരാൻ കാരണം, വന്ദനം കൊണ്ട് അക്രൂരനാണെങ്കിലും, ദാസഭക്തി കൊണ്ട് ഹനുമാനാണെങ്കിലും, സഖ്യം കൊണ്ട് അർജുനാണെങ്കിലും, ആത്മനിവേദനം കൊണ്ട് ബലിയാണെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചാൽ കാണാം ഇവരിലൊക്കെ ശരണാഗതി വരുമ്പോൾ ഇവരുടെ ദേഹബോധം പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട്. അതിൽ ആത്മനിവേദനം ചെയ്യണവരാണ് ഏറ്റവും പെട്ടെന്ന് നശിക്കുക. അതുകൊണ്ടാണ് ബലിയാണ് ഇവരിലൊക്കെ വെച്ച ഏറ്റവും വലിയ ആൾ. ബലിയാണ്. അവന് മാത്രമാണ് ഭഗവാൻ ശരീരം നശിപ്പിക്കാണ്ട് ഒരു സ്ഥലത്തേക്ക് സുരക്ഷിതമായി പറഞ്ഞയച്ചിട്ട് അവിടെ പോയിട്ട് ഇന്നും കാവൽ നിൽക്കുന്നുണ്ട് വാമനൻ. ഹിരണ്യകശിപുവിൻ്റെ കഥയായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിക്കും ഒരു പ്രക്ഷിപ്ത കഥയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കഥയാണ്. അപ്പോൾ ശരണാഗതി തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അഹങ്കാരം നശിക്കും. അങ്ങനെ അഹങ്കാരം നശിച്ച് അതങ്ങോട്ട് തിളച്ച് വരുമ്പോൾ ആ ഈഗോ അങ്ങോട്ട് പൊന്തുകയാണ്. ഞാൻ ഭഗവാനെ സമർപ്പിക്കണോ, എന്നെ വേണ്ട എന്നകത്തുന്ന ഒരാൾ പറയുന്നത് അവസാനം അതിൻ്റെ ഒരു പൊട്ടിത്തെറിയിൽ കലാശിക്കും. ആ പൊട്ടിത്തെറിയിലേക്കുള്ള കലാശമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ ശരണാഗതിയുടെ ഇതുമായിട്ട് അഭിമുഖീകരിച്ചപ്പോൾ തൻ്റെ മകനെ തന്നെ ശത്രുവായിട്ട് കാണാൻ ഹിരണ്യകശിപുവിനെ പ്രേരിപ്പിക്കുകയാണ്. അവിടുന്നാണ് ആ കുട്ടിയെ കൊല്ലാനുള്ള പദ്ധതികൾ ചെയ്യുന്നത്. തീയിൽ വലിച്ചെറിഞ്ഞും മലമ്പാമ്പിനെ തിന്നാൻ കൊടുക്കാൻ നോക്കിയിട്ടും കൊക്കയിലേക്ക് ഇട്ടിട്ടും ആനയെ കൊണ്ട് ചവിട്ടിക്കാൻ നോക്കിയിട്ടും ഒക്കെ. അപ്പം എന്താ? പ്രജ്ഞ അഥവാ ബുദ്ധി ഈശ്വരോന്മുഖമായി, ആത്മാവ് സ്ഥിതമായി ഭഗവാനിൽ ഉറച്ചു നിൽക്കണം. ജഡഭരതനുണ്ടായ അതേ അവസ്ഥ. പ്രകൃതി പ്രൊട്ടക്റ്റ് ചെയ്യും. ആത്മാവിൽ ശിവനിൽ ഉറച്ചു നിൽക്കണവനെ ശക്തി പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ. നാരായണനിൽ ഉറച്ചു നിൽക്കണവനെ ലക്ഷ്മി പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ. കൃഷ്ണനിൽ ഉറച്ചു നിൽക്കണവനെ രാധ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ. പുരുഷനിൽ ഉറച്ചു നിൽക്കണവനെ പ്രകൃതി പ്രൊട്ടക്റ്റ് ചെയ്യും. കാളി എങ്ങനെ പ്രത്യക്ഷപ്പെട്ടോ അതുപോലെ ആന ചവിട്ടിയിട്ടോ തീയിലിട്ടിട്ടോ വിഷം കൊടുത്തിട്ടോ തേളിനെ കൊണ്ട് കടുപ്പിച്ചിട്ടോ ഒന്നും പ്രഹ്ലാദന് ഒന്നും സംഭവിച്ചില്ല. ഇതോട് കൂടിയിട്ട് പ്രഹ്ലാദൻ ഇനി ഏതോ ദുർമൂർത്തിയാണോ എന്ന് സംശയം തുടങ്ങി. വല്ല മന്ത്രവാദ സിദ്ധിയുണ്ടോ? ഇവൻ എന്തോ കഴിവുകളുണ്ട്. മനുഷ്യനെപ്പോഴും അങ്ങനെയുണ്ടോ? വേണ്ടാത്തത് നല്ല രീതിയിൽ ചിന്തിക്കാൻ അഹങ്കാരം സമ്മതിക്കില്ല. അങ്ങനെ കൊടിയ പീഡനങ്ങൾക്കിരയായപ്പോഴും നിസ്സംഗനായി, പരാതിയില്ലാണ്ട്, അച്ഛനോടുള്ള സ്നേഹം അല്പം പോലും പോവാതെ ആ ഭഗവാനാണ് വിളിക്കേണ്ടത്. പ്രഹ്ലാദൻ ഭഗവാൻ തന്നെയാണ്, ഒരു സംശയമില്ല. ആ പ്രഹ്ലാദൻ വീണ്ടും നിർവ്യാജം തൻ്റെ ഹരിവചനം തുടർന്നുകൊണ്ടിരുന്നു.
അതുകൊണ്ടാണ് നരസിംഹമൂർത്തിയുടെ അടുത്ത് പറഞ്ഞത്, എൻ്റെ അച്ഛന് മോക്ഷം കൊടുക്കണേ ഭഗവാനെ എന്നാണ് പറയുന്നത്. ആലോചിച്ചു, ആ സ്നേഹമാണ് അത്, മമതയല്ല. അച്ഛൻ ഈ ഒരു ദുർഗുണമില്ലായിരുന്നെങ്കിൽ മഹാനായ രാജാവാണെന്ന് ആ കുട്ടിക്ക് ബോധ്യമുണ്ട്. ഈ ഒരൊറ്റ ദുർഗുണം, ഈ അഹങ്കാര സ്വരൂപമായിരുന്നു എന്നുള്ളതാണ് ഹിരണ്യകശിപുന് അതർവൈസ് വേറെ ഒരു കുഴപ്പമില്ല. അയാളുടെ ബുദ്ധി നേർവഴിക്കായിരുന്നു. ദധീചിയുടെ പോലെ ആയിരുന്നെങ്കിൽ അയാളൊരു മഹാഭക്തൻ തന്നെയാണ്. കാരണം അയാളുടെ തീവ്രത, അയാളുടെ നിശ്ചയബുദ്ധി, ഇതൊക്കെ വളരെ അധികമാണ്. അങ്ങനെയുള്ള കഴിവുകൾ നോക്കിയിട്ടുണ്ട്. ഈ വലിയ നിരീശ്വരവാദികളായിരുന്ന ആൾക്കാർ ഈശ്വരവിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ അവരായിരിക്കും ഏറ്റവും വലിയ ഈശ്വരവിശ്വാസികൾ. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ 70കളിൽ ഒരു വലിയ വിപ്ലവ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ വിപ്ലവ മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്ന പല സഖാക്കളും ആ കാലത്ത്, അവർ പിൽക്കാലത്ത് രക്തം കണ്ട ആൾക്കാരവർ. ഇപ്പം എൻ്റെയൊക്കെ ഒരു ഫാമിലി നിയമപാലനത്തിൻ്റെ ഒരു വശത്ത് നിന്നുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ വളരെ അടുത്ത് കണ്ടാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അക്കാലത്ത് ഏറ്റവും വലിയ ഒരു വധക്കേസിത്തെ ഒന്നാം പ്രതി എൻ്റെ അച്ഛൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. ജീവപര്യന്തം കഴിഞ്ഞിട്ട് ഒരു തവണ റോട്ടിൽ കൂടെ എൻ്റെ അനിയൻ്റെ മുടി വെട്ടിക്കാനായിട്ട് അച്ഛൻ കൊണ്ടുപോകുമ്പോൾ ഒരാൾ എതിരെ വരുന്നുണ്ട്. മുണ്ട് മടക്കി കുത്തി അഴിച്ചിട്ട് സാർ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പോവുകയും ചെയ്തു അദ്ദേഹം. വീട്ടിൽ വന്നിട്ട് അമ്മയോട് അച്ഛൻ പറഞ്ഞു കേട്ടു, ഞാൻ ഇന്ന് ഇന്ന ആളെ കണ്ടു കേട്ടോ, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. അച്ഛൻ്റെ ക്ലാസ്സിൽ നിന്ന് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. ആ ആള് ഞാൻ കാണുമ്പോൾ ഭസ്മത്തിൽ ഇത്ര ഇട്ടിരിക്കുക. അപ്പോൾ മാറ്റങ്ങൾ മനുഷ്യന് വരും. വന്നു കഴിഞ്ഞാൽ അത് അതിതീവ്രമായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. കാരണം അവർക്ക് സംശയങ്ങളില്ല. ഒരാശയത്തിൽ ഉറച്ചു നിൽക്കുന്നവന് ഒരു പുതിയൊരാശയം വന്നാൽ അതിലേക്ക് മാറിയാൽ അതിലും അവർ ഉറച്ചു നിൽക്കും. നമുക്കാണ് ഈ രണ്ടിൻ്റെ ഇടയിൽ കിടന്നുള്ള കളികൾ. നമുക്കൊക്കെ സംശയമാണ്, ഉണ്ടോ ഇല്ലയോ ഇല്ല എന്ന് ഉറച്ചു നിന്നവൻ ഉണ്ട് എന്നുള്ള ഉറപ്പിൽ വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ അത് ഉണ്ട് അവന്. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ പൊട്ടൻസി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഹിരണ്യകശിപുവിനെ നമ്മൾ സമീപിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ, ഞാൻ നേരത്തെ പറഞ്ഞ 3 ഭാവങ്ങൾ, പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം പ്രഹ്ലാദൻ ഏത് സ്റ്റേജിലാണ് നിൽക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഭഗവാന്റെ ആണ് എന്ന് നമ്മൾ പറയണ തസ്യേവാഹം എന്ന് പറഞ്ഞ സ്റ്റേജ് കടന്നു. അത് കഴിഞ്ഞ് ഭഗവാൻ എൻ്റെ ആണ് എന്ന് പറയണ മമൈവാസോ എന്ന് പറയുന്ന സ്റ്റേജിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സ ഏ വാഹം, ഞാനും ഭഗവാൻ ഒന്നാണെന്നുള്ള സ്റ്റേജിൽ എത്തിയിട്ടുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നരസിംഹത്തിനെ കാണുമ്പോൾ മടിയിലിരുന്നിട്ട് മുഖത്തേക്ക് നോക്കിയിട്ട് പറയുക, അങ്ങയുടെ രൂപം എനിക്ക് പേടിയില്ല, പക്ഷെ ഭഗവാനെ എനിക്ക് സംസാര ജീവിതം വേണ്ട, എന്നെ രാജാവൊന്നും ആക്കണ്ടെന്നാണ് പറയണത്, ഞാൻ കാട്ടിപ്പോക്കോളാം. അച്ഛനോടും അതാ പറഞ്ഞത്, കാട്ടിപ്പോകുമെന്നാണ് പറഞ്ഞത് അല്ലേ, തുടക്കത്തിൽ അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പോൾ എത്ര പഠിപ്പിച്ചിട്ടും ഈ കുട്ടിയെ മാറ്റാൻ സാധിക്കാത്തത് കൊണ്ട് പ്രഹ്ലാദനെ വധിച്ച് കളയുക. കാരണം എന്താ വെച്ചാൽ ഒരു വിഷവിത്ത വീട്ടിൽ വളരുന്നത്. പ്രഹ്ലാദൻ ഒരു മകനല്ല, ഹിരണ്യകശിപുവിന് വേറെ മക്കളുണ്ട്. ഈ കുട്ടിയോടൊരു വിശേഷ സ്നേഹം ഉണ്ടായിരുന്നു എന്ന് മാത്രം. പക്ഷെ അത് വൃഥാവിലായി. അഹങ്കാരം അപ്പം എന്ത് ചെയ്യും? അഹങ്കാരം വന്നു കഴിഞ്ഞാൽ പറയും, ഇനി നീ എനിക്കില്ല, നീ എനിക്ക് മരിച്ചതിന് തുല്യമാണ് അല്ലേ, നമ്മളിതൊക്കെ വിളിച്ച് പറഞ്ഞാണ് അല്ലേ, അങ്ങനെ ഒരാളില്ല എനിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടിയടച്ച് പിണ്ടം വയ്ക്കുക. അതുതന്നെ ഹിരണ്യകശിപു ചെയ്ത്. അഹങ്കാരം എപ്പോഴും ബന്ധത്തിനെ മുറിക്കാൻ നോക്കും. ആ ബന്ധത്തിനെ മുറിക്കാൻ നോക്കുമ്പോഴും തനിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കാൻ വിസമ്മതിക്കും. തനിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കാൻ വിസമ്മതിക്കും. ആ തെറ്റുപറ്റലാണ് മൂപ്പർക്ക് പണി പാളിയത്. എവിടെയാടാ നിൻ്റെ നാരായണൻ എന്ന് ചോദിച്ചു പോയി. അതായത് സിംഹാസനത്തു നിന്ന് ചാടിയിറങ്ങി അദ്ദേഹം ആ തൂണിൽ അടിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കലും വിചാരിച്ചില്ല ആ തൂണിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വരുന്നു. അതാണ് അവിടെ സംഭവിച്ച ഏറ്റവും വലിയ എന്താ പറയുക അപകടം എന്ന് പറയുന്നത്. യുധിഷ്ഠിരൻ നാരദ മഹർഷിയുടെ അടുത്ത് ഈ കഥ ചോദിക്കുന്നത് തന്നെ വളരെ രസമായിട്ടുള്ള വേറൊരു കോണ്ടെക്സ്റ്റും കൂടിയാണ്. എന്തുകൊണ്ടാണ് ദേവന്മാരുടെ സൈഡ് പിടിക്കണത് ഭഗവാൻ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം പരീക്ഷിച്ച് ചോദിക്കുമ്പോഴാണല്ലോ ഇത് പറയുന്നത്. അതിൽ യുധിഷ്ഠിരൻ ഒരു കാര്യം കൂടെ ചേർത്താ ചോദിക്കുന്നത്. എൻ്റെ രാജസൂയത്തിൽ ശിശുപാലൻ ഭഗവാനെ ഇത്രയും മോശം വാക്കുകൾ പറഞ്ഞത് ഞാൻ കേട്ടതാണ്, എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നടന്ന കാര്യമാണ്. എന്നിട്ടും അവനെ വധിച്ചിട്ട് അവൻ എന്തിന് കൈവല്യം കൊടുത്തു എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അവനെ വധിച്ച് എന്തിന് കൈവല്യം കൊടുത്തു എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതൊന്ന് പറഞ്ഞു തരണം, അതും കൂടെ പറഞ്ഞു തരണം. പറയുമ്പോഴാണ് ഇത് രണ്ടിനുമുള്ള ഉത്തരം നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഈ പ്രഹ്ലാദ നരസിംഹകഥ വരുന്നത്. അപ്പം ഭഗവാന്റെ ആ പ്രത്യക്ഷപ്പെടലിന് മുമ്പുള്ള സമയത്ത് ഹിരണ്യകശിപുവും ആ മകനും തമ്മിലുള്ള ആ സംഭാഷണം പ്രഹ്ലാദനെ കെട്ടിവരിഞ്ഞാണ് കൊണ്ടുവരുന്നത്. ഒരു തടവ് പുള്ളിയെ കൊണ്ടുവരുന്ന പോലെ വലിച്ച ഒരു കൊച്ചു കുട്ടിയാണ്. അതിനെയാണ് ഇവർ പേടിക്കുന്നത്. അതായത് ഈശ്വരോന്മുഖമായി നിൽക്കുന്ന ബുദ്ധിയെ അതൊരു ശിശുവിൻ്റെ രൂപത്തിലാണെങ്കിൽ പോലും ഈ ഭീമാകാര വലിപ്പമുള്ള അഹങ്കാരത്തിന് സഹിക്കാൻ പറ്റില്ല, പേടിയാണ്, കെട്ടി വരിഞ്ഞാ വരുന്നത്. ഈ ഹിരണ്യകശിപുവിൻ്റെ വലിപ്പം എന്താണെന്നൊന്ന് പറയാം, അപ്പോഴേ നിങ്ങൾക്ക് അവതാരം ആസ്വദിക്കാൻ പറ്റുള്ളൂ. വർഷങ്ങളൊക്കെ കഴിഞ്ഞ് മഹാബലിയുടെ ചരിത്രവും കഴിഞ്ഞതിന് ശേഷം രാവണൻ്റെ കാലം വന്നപ്പോൾ
രാവണൻ പ്രപഞ്ചം മുഴുവൻ പിടിച്ചടക്കി കഴിഞ്ഞിട്ട് കുറേ ആലോചിച്ചു, എല്ലാവർക്കും എൻ്റെ പ്രശസ്തി അറിയാം, എൻ്റെ പൂർവീകരൊക്കെ പറയുണ്ടാവുമോ ഞാൻ ഇങ്ങനെ രാജാവായത്, അവരെയൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ മൂപ്പര് ഓരോ സ്ഥലത്തൊക്കെ വിളിച്ചു ചോദിച്ചു, പൂർവീകർ ആരെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ? അതുകൊണ്ട് മഹാബലി ജീവിച്ചിരിക്കുന്നുണ്ട് ചിരഞ്ജീവിയായിട്ട് സുതലത്തിൽ. എന്നാൽ മൂപ്പരെ ഒന്ന് പോയി കണ്ടിട്ട് 2 ഡയലോഗ് അടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സുതലത്തിൽ ചെന്നു. സുതലത്തിൽ മുത്തശ്ശനാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ദ്വാരത്തിൻ്റെ അവിടെ വേറെ പട്ടാളക്കാരും ഇല്ല. അതിഗംഭീരമായിട്ടുള്ളൊരു കൊട്ടാരം. കാരണം അടുത്ത കൽപ്പത്തിൽ ഇന്ദ്രൻ മഹാബലിയാണ്. അതുകൊണ്ട് അതുവരെ മൂപ്പർക്കുള്ള റിസോർട്ടായിട്ട് നമ്മൾ ഈ MLA-മാരെ തട്ടിക്കൊണ്ടുപോയിട്ട് താമസിപ്പിക്കില്ലേ, അതുപോലെ ഭഗവാൻ തട്ടിക്കൊണ്ടുപോയിട്ട് താമസിപ്പിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത പാർലമെൻറ്റ് വരുമ്പോഴേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഈ കൊട്ടാരത്തിൻ്റെ പുറത്ത് ചെല്ലുമ്പോൾ വേറെ പട്ടാളക്കാരെ ഒന്നും കാണില്ല. ഒരു കടുക് പോലെ ഒരു സാധനം നിൽക്കുന്നു, കയ്യിലൊരു ദണ്ടും പിടിച്ചിട്ട്, മൊട്ടത്തലയാണ്, ഭയങ്കര തേജസ്. വാമനനാണെന്നുള്ളത് രാവണൻ അന്ന് തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ ആദ്യം വടി കൊണ്ട് തടഞ്ഞു. എങ്ങടാ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മുത്തശ്ശനെ കാണാനാണ് പോകണം, പോയി പറഞ്ഞിട്ട് വാ പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ പോയി പറഞ്ഞു. ശരി, ഉള്ളിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. രാവണൻ ഉള്ളിൽ ചെന്നു. മുത്തശ്ശ, മര്യാദയ്ക്ക് ഒരു കാവക്കാരെ പോലെ ശമ്പളം കൊടുത്ത് നിർത്താൻ കിട്ടില്ലേ, ഈ ചീള് ചക്കരയാണോ നിർത്തുക ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. നീ ഇരിക്കുക, വന്ന കാലിൽ നിൽക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞു. ഇരുന്നു. ഭക്ഷണമൊക്കെ കൊടുത്തു. ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്താ വന്ന്? അല്ല, ഞാൻ ലോകങ്ങളെ മുഴുവൻ കീഴടക്കിയതെന്ന് അങ്ങ് അറിഞ്ഞില്ലേ? അങ്ങേക്കോ സാധിച്ചില്ല, ആ മഹാവിഷ്ണു അങ്ങേ എത്രയോ ഗംഭീരമായിട്ട് പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡമ്പൊക്കെ പറഞ്ഞു. അപ്പോൾ മൂപ്പര് കൂടുതലൊന്നും പറഞ്ഞില്ല. എന്തായാലും നീ വീട്ടിൽ വന്നാലേ, പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ ആൾക്കാർ വന്നാൽ വീടൊക്കെ കൊണ്ടേ കാണിക്കും, അങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ കാണിക്കാൻ പറ്റില്ല വീട്, അതുകൊണ്ട് കാണിക്കാറുമില്ല. അതുകൊണ്ട് കാണിക്കാറില്ല. അപ്പോൾ മഹാബലി എന്തായാലും സ്പിക്ക് ആൻഡ് സ്പാനായിട്ടാണ് വീടൊക്കെ വെച്ചിരിക്കുന്നത്. സോ അദ്ദേഹം വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഹാളിൽ കൊണ്ടുപോയി. ആ തമാശയെന്ന് പുറത്ത് കടന്നു പോകും, കാരണം പ്രധാന കാര്യമാണ് പറയുന്നത്. ആ ഹാളിൽ കൊണ്ടുപോയി. ഹാളിൽ പോയപ്പോൾ ഒരു വലിയ ഹാളാണ്. ആ ഹാളിൻ്റെ വട്ടത്തിൽ വൃത്താകാരത്തിലുള്ള ആ നിലത്ത് മുഴുവനായിട്ട് വലിയൊരു തളിക കിടക്കണം, ഒരു സ്വർണ്ണ തളിക. അപ്പോൾ ഇതെന്താ ഈ സ്വർണ്ണ തളിക വെച്ചു? അത് നീ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞു. അത് അവിടെ കിടന്നോട്ടെ പറഞ്ഞു. അപ്പോൾ അതിലെ കൊത്തുപണികളും അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് രാവണനങ്ങോട് സഹിക്കുന്നില്ല. മൂപ്പർക്ക് തോന്നി ഇതെനിക്ക് കിട്ടിയാൽ കൊള്ളാം. കാരണം വെച്ചാൽ ഇത്ര ഗംഭീരമായിട്ട് സ്വർണ്ണത്തളിക ജീവിതത്തിൽ കണ്ടിട്ട് ഇത്രയും വലിയ ഒരു ഡിസ്കാണത്, ഗോൾഡിൻ്റെ ഡിസ്കാണ്. അപ്പോൾ വീണ്ടും ചോദിച്ചു, ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു. നീ ഒന്ന് എടുത്ത് പൊക്കി നോക്കിയത്. അപ്പോൾ രാവണൻ വളരെ സിമ്പിളായിട്ട് കൈലാസം പൊക്കിയാളാ വെറുതെ അങ്ങോട്ട് എടുക്കാൻ നോക്കിയതാ. കൈ ഉളുക്കി, പൊങ്ങിയില്ല. 2 കൈ ഉപയോഗിച്ചു, സാധിച്ചില്ല. പിന്നെ 10-20 കൈയും കൊണ്ട് പുള്ളി പൊക്കാൻ നോക്കിയെന്നാണ് പറഞ്ഞത്. നടന്നില്ല. കൈകൾ കൊണ്ടുവന്നത് പൊക്കാൻ പറ്റാതെ അവസാനം കൈ അതിൻ്റെ അടി പെടുന്നുള്ള അവസ്ഥയെ പറഞ്ഞിട്ട് ഇതെന്ത് സാധനം എന്ന് ചോദിച്ചു. ഇതെന്താണ് ഈ ഐറ്റം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ മുത്തച്ഛൻ ഹിരണ്യകശിപുവിൻ്റെ കാതിലെ ഒരു കുണ്ഡലാണ്. ആ വലിപ്പം മനസ്സിലായാലാണ് നരസിംഹത്തിൻ്റെ വലിപ്പം എന്താന്ന് മനസ്സിലാവുക. ഈ വിധത്തിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ അനലജി പറഞ്ഞത്. ഇതിൻ്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഹിരണ്യകശിപു കോപം കൊണ്ട് വിറച്ചിട്ട് മകനെ വധിക്കണം എന്നുള്ള ആ ചിന്ത വർദ്ധിച്ച് വരവെ ഈ 8ാമത്തെ അധ്യായം അത് വായിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിൻ്റെ 10ാമത്തെ ശ്ലോകത്തിൽ ഒരു മകൻ അച്ഛനോട് പറയുന്ന ഏറ്റവും വലിയ ഉപദേശങ്ങളിലൊന്നാണ് ലോകചരിത്രത്തിലെന്ന് പറയാം. അച്ഛാ, ഈ അസുരഭാവത്തിനെ ത്യജിച്ചിട്ട് അവിടുന്ന് സമദർശിയാവുക, എല്ലാറ്റിലും ഒന്നുപോലെ ഈശ്വരനെ കാണാൻ പഠിക്കുക. ഈ സംസാരത്തിൽ തെറ്റായ മാർഗത്തിലും അതേപോലെ തന്നെ ഭേദഭാവത്തോടും കൂടിയിട്ടിരിക്കുക എന്ന് പറഞ്ഞതിൽ കവിഞ്ഞിട്ട് വലിയൊരു ദോഷവസ്തു വേറിയില്ല. എന്തും 2ആയി കാണുന്ന മനസ്സാണ് ഏറ്റവും വലിയ അപകടം. അതിനെ മാറ്റ്, സമദർശിയാക്കുക. അതാണ് അനന്തനായിട്ടുള്ള ഭഗവാന്റെ ഏറ്റവും വലിയ ഉപാസന എന്ന് മനസ്സിലാക്കുക. 2ആയി കാണുന്ന മനസ്സിൻ്റെ ആ ദുഷിച്ച സ്വഭാവത്തിനെ മാറ്റുന്നതാണ് ഏറ്റവും വലിയ ഉപാസന എന്ന്. അത് മറ്റൊരിടത്ത് നാരദ മഹർഷി പറയുന്നുണ്ട്. ജനാർദ്ദൻ എപ്പോഴാണ് സന്തോഷിക്കണേ? മന്ത്രം ജപിച്ചിട്ടും വ്രതം എടുത്തിട്ടും ഒന്നുമല്ല. സഹജീവികളെ സ്നേഹിക്കുക, അവനവൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഏറ്റവും ബേസിക് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക, പ്രപഞ്ചത്തിൻ്റെ ഒരു റിസോഴ്സിനെയും അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജനാർദ്ദനൻ സന്തോഷിക്കുന്ന പറഞ്ഞത്. അപ്പോൾ ഇത്ര പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പ്രപഞ്ചം മുഴുവൻ ഏകസത്തയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഹിരണ്യകശിപുവിന് മനസ്സിലായില്ല. അപ്പോൾ ഹിരണ്യകശിപു ചോദിക്കുക, എന്നെ ഒഴിച്ച് വേറൊരു ഈശ്വരൻ ഇവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞല്ലോ, എവിടെ? അഹങ്കാരത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. അഹങ്കാരം, ഞാൻ ഈ ശരീരമാണെന്ന് പറയുമ്പോൾ ഞാൻ ആത്മാവാണെന്ന് പറഞ്ഞ ഒരാളെ പുച്ഛിക്കാനേ തോന്നുള്ളൂ. അവനെവിടെ? ആ ആത്മാവ് എവിടെയെന്ന് ഈ ശരീരബോധമായിട്ടുള്ള മനസ്സ് ചോദിക്കുകയാണ്. അത് അലറി വിളിച്ച് ചോദിക്കുന്ന, അട്ടഹസിച്ചു എന്നാണ്. അപ്പോഴാണ് പറയുന്നത്, ആ തൂണിലും തുരുമ്പിലും നാരായണനെ കാണുന്നുണ്ട്
എന്ന് പറയണം. നീ കള്ളം പറയണോ എന്ന് ചോദിച്ചു. നിന്നെ ഞാൻ കൊല്ലുന്നുണ്ട്, നീ ഇത്രയും കാലം എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളെ പറഞ്ഞിരുന്നുള്ളൂ, ഇപ്പം നീ നുണയും പറയാൻ തുടങ്ങി, അതുകൊണ്ട് ഇങ്ങനെ നുണയനായിട്ടൊരു മകനെ ഇനി ജീവിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ വാളും എടുത്തിട്ട് ചാടുമ്പോൾ പറഞ്ഞു, നിനക്ക് ആശ്രയം തരണവൻ ആരായാലും അവൻ നിന്നെ രക്ഷിക്കണത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അത്യുൽക്കടമായിട്ടുള്ള ആ ക്രോധത്തോട് കൂടിയിട്ടാണ് അത്ര അദ്ദേഹം ചാടിയതും ആ തൂണിൽ കൈകൊണ്ട് ആഞ്ഞടിച്ചതും. ഈ തൂണെന്ന് പറഞ്ഞാൽ മരതകം കൊണ്ടുള്ള ഒരു വലിയ, വളരെ വലിയ ഒരു തൂണായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആയിക്കോട്ടെ. അല്ല, എന്താ പറയുക, ഞാൻ പേടിച്ചിട്ട് പോയതാ വിചാരിച്ചു, തൂണ് പതരുന്നു. അങ്ങനെ ആ ഊരിയ വാളുമായിട്ട് ആ സിംഹാസനത്തിൽ നിന്ന് താഴേക്ക് ചാടി ആ തൂണിൽ ശക്തിയായിട്ട് പാദം കൊണ്ട് പ്രഹരിച്ചു, ചവിട്ടിന്നാണ്. ആ പാദം കൊണ്ട് പ്രഹരിച്ച സമയത്ത് പ്രഹ്ലാദൻ്റെ കഴുത്ത് വെട്ടാനായിട്ട് അടുത്തു. ആ കഴുത്ത് വെട്ടാനായിട്ട് അടുത്ത സമയത്ത് അതിഭയങ്കരമായിട്ടുള്ളൊരു ശബ്ദമാണ് ആദ്യം ഉണ്ടായത്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ കർണരന്ധ്രങ്ങളിൽ കൂടെയാണ് പ്രവേശിക്കുക, ചെവിയിൽ കൂടെയാണ് ആദ്യം ഭഗവാനെ കേൾക്കുക. അതുകൊണ്ടാണ് തൂണ് പിളരുന്ന ശബ്ദമാണ് ആദ്യം കേട്ടത്, കണ്ടില്ല, ശബ്ദമാണ് ആദ്യം ഉണ്ടായത്. സൗണ്ട് കൂടെയാണ് ഇത് കേൾക്കുന്നത്. ആ ശബ്ദം തന്നെ ഒരുമാതിരിപ്പെട്ട അസുരന്മാരെയൊക്കെ ബോധക്ഷയത്തിലാക്കി. ഹിരണ്യകശിപുവിൻ്റെ പോലും മനസ്സിൽ, ആരെയും പേടിക്കാത്ത ഹിരണ്യകശിപുവിൻ്റെ മനസ്സിൽ ഒരു ഉൾക്കിടിലം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ശ്രവണം കൊണ്ട്, വിരോധഭക്തിയിൽ ശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ക്രോധശബ്ദമാണ്, അല്ലെങ്കിൽ നാമഘോഷമായിരിക്കും സംഭവിക്കേണ്ടത്. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അത് വേറെ ചില കഥകളിൽ പറയാറുണ്ട്. ഭഗവാൻ പാലാഴിയിൽ ഇങ്ങനെ ശയിച്ച് കിടക്കുക, ലക്ഷ്മീദേവിയുടെ മടിയിൽ ഈ പാദം വെച്ച് കിടക്കണ സമയത്ത് ആ പ്രഹ്ലാദനെ അവിടെ ഭൂമിയിൽ ഹിരണ്യകശിപു അങ്ങോട്ട് പിടിച്ചിട്ട് വെട്ടാനായിട്ട് ആ പോകുന്ന സമയത്ത് ആ വലത്തെ കാല് ഒന്ന് കൊടഞ്ഞു അത്രേ, ഉറക്കത്തിൽ ആ യോഗനിദ്രയിൽ ഒന്ന് കൊടഞ്ഞു. ആ കൊടയലിലാണ് അവിടെ തൂണ് പൊട്ടണത്. ആ ഒരു കൊടയലിൽ ആ തൂണ് പിളർന്ന് അതിഭയങ്കരമായിട്ടുള്ള ശബ്ദത്തോട് കൂടിയിട്ട് സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ജഭൂതേഷഖിലേഷു ജാത്മന അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം നമൃതം നമാനുഷം. ഹരി തൻ്റെ ഭക്തനായിട്ടുള്ള പ്രഹ്ലാദൻ്റെ ആ വാക്കിനെ സത്യമാക്കി ചെയ്യാൻ, തൻ്റെ സർവവ്യാപിത്വം താൻ എല്ലായിടത്തും ഉണ്ട് എന്ന് ഉറപ്പിച്ച് കാണിക്കാൻ സഭയുടെ നടുക്ക് വിചിത്ര രൂപം ധരിച്ചിട്ട് ആ തൂണിൽ നിന്നും പ്രത്യക്ഷമായി. ആ രൂപം മുഴുവൻ മൃഗോ മനുഷ്യനോ ആയിരുന്നില്ല എന്നാ പറഞ്ഞു. ഇതിനെ ഭട്ടവാതിൽ കുറച്ചുകൂടെ ഗംഭീരമായിട്ടാണ് ആ നാരായണീയത്തിൽ താൻ എങ്ങനെ കണ്ടോ അങ്ങനെയാണ്. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ശ്ലോകം എഴുതുന്നത്. അത് അദ്ദേഹത്തിന് ഭഗവാൻ കാണിച്ചു കൊടുത്തു എന്നാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രൂപം എന്താണെന്നുള്ളത്. ആ തൂണിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, തൂണിൽ ഇന്നും പരമാത്മാവുണ്ട്. തൂണിൽ ഇന്നും പരമാത്മാവുണ്ട്. ഏത് തൂണിലും പരമാത്മാവുണ്ട്, ഏത് കല്ലിലും മണ്ണിലും സാഗരത്തിലും പരമാത്മാവുണ്ട്. പക്ഷെ കാണാൻ പ്രഹ്ലാദൻ്റെ കണ്ണ് വേണം. പ്രഹ്ലാദൻ്റെ പോലെ കണ്ണുണ്ടെങ്കിലേ തൂണിൽ കാണാൻ പറ്റുള്ളൂ. ആ കാണുക, നല്ല കാഴ്ചശക്തി നേടുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്, നമ്മുടെ കടമയാണ്. നമ്മളങ്ങനെ കാഴ്ചശക്തി നേടിയാൽ നമുക്ക് കാണാറാകുക എന്നുള്ളത് ഭഗവാന്റെ കടമയാണ്. ഭഗവാനെ കാണുമാറാകണേ എന്ന് നമ്മൾ പറയുമ്പോൾ ഭഗവാൻ കാണിച്ചു തരാൻ ബാധ്യസ്ഥനാണ്. അതെപ്പോന്ന് ചോദിച്ചാൽ, നമ്മുടെ കർമ്മം എന്ത് കർമ്മമാണോ ഭഗവത് പ്രാപ്തിക്ക് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് അത് ഒടുങ്ങുന്ന നിമിഷം കാണും. അതുകൊണ്ട് ചിലർക്ക് പെട്ടെന്ന് കാണും, ചിലർക്ക് കാലങ്ങളെടുക്കും, ചിലർക്ക് ജന്മങ്ങളെടുക്കും. ഇവിടെ ഭക്തൻ്റെ ഭാവനയ്ക്കനുസരിച്ചിട്ട് രൂപം ധരിക്കുക എന്നുള്ളത് ഭഗവാന്റെ പ്രധാനപ്പെട്ട ഗുണമാണ്. പൂന്താനത്തിനെയോ ഏതോ ഒരു ബ്രാഹ്മണനെയോ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ അറിവൊന്നുമില്ലാത്ത അദ്ദേഹത്തിനെ പണ്ട് ഗുരുവായൂർ ആരോ പറ്റിച്ച കഥ. ഗുരുവായൂരപ്പനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും ചോദിച്ചു. എരുമയെ പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുത്തു. ചട്ടി എരുമയെ പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പാവം എന്നും എരുമയുടെ രൂപത്തിൽ ഗുരുവായൂരപ്പനെ വിളിക്കും. ഒരു ദിവസം ഗുരുവായൂരപ്പൻ എരുമയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അത് പ്രസിദ്ധമായിട്ടൊരു കഥയാണ്. അപ്പോൾ ഏത് രൂപത്തിൽ വിളിക്കണോ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, കുഞ്ഞായിട്ട് കാണുകയാണെങ്കിൽ കുഞ്ഞിനോട് പെരുമാറുന്ന പോലെ കാണണം. കൽപ്പിക്കണതാണ് ഇഷ്ടം. ആ ഭാവത്തിൽ നമ്മൾ ഓർഡർ ചെയ്യണം അതിനോട്. അല്ലാണ്ട് കുറേ കൊഞ്ചിച്ചിട്ട് ചെയ്തു തരുമോ എന്ന് യാചിക്കരുത്. കുട്ടികളുടെ അടുത്ത് യാചിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ തരില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേരെ മറിച്ച് ഒന്ന് സ്റ്റേണായിട്ട് പറഞ്ഞാൽ അവരത് അനുസരിക്കും. അപ്പം എന്നിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താൽ അതവിടെ ഇതാവും.
പക്ഷെ ആ ചോദിക്കുന്നതിൽ എനിക്ക് അർഹതയുണ്ടെങ്കിൽ തരണേന്ന് ചോദിക്കണം എന്നുള്ളൊരു ക്ലോസ് വെക്കണമെന്ന് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഏത് ഭാവത്തിൽ ഭഗവാനെ വിളിക്കണോ ആ ഭാവത്തിൽ ഭഗവാന്റെ ആവിർഭാവം നിശ്ചയമായിട്ടും ഉണ്ടാവും, അത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് യഥാർത്ഥ ഭക്തന് തൻ്റെ ഭാവനയിൽ കൂടെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. കാരണം ഭാവനയാണ് സങ്കല്പശക്തി. ഈ സങ്കല്പശക്തിയിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കണം. ഈ സങ്കല്പശക്തിയാണ് ഈ പ്രപഞ്ചം ഉണ്ടാവാനുള്ള കാരണം. അരൂപിയായിട്ടുള്ള ആത്മാവ്, പരമാത്മാവ് എനിക്കൊരു രൂപം വേണം എന്ന് ചിന്തിച്ചപ്പോൾ ഉണ്ടായ രൂപമാണ് നാരായണൻ്റെ പത്മനാഭൻ എന്ന് പറഞ്ഞ രൂപം. വീണ്ടും അത് വളരണം എന്ന് ആഗ്രഹിച്ചപ്പോൾ പൊക്കിളിന്ന് ആദ്യത്തെ ഗർഭപാത്രമായിട്ടുള്ള താമര വന്നു. അതുകൊണ്ട് സങ്കല്പശക്തി ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ പത്മനാഭൻ എന്നുള്ള രൂപത്തിനെ ആരാധിക്കണം എന്നാണ്. സങ്കല്പശക്തി വർദ്ധിപ്പിക്കാനുള്ള വൈഷ്ണവ മന്ത്രങ്ങളൊക്കെ ശ്രീ പത്മനാഭസ്വാമിക്കാണ്. പത്മനാഭൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കല്പം, ഇമാജിനേഷൻ്റെ പവർ വർദ്ധിക്കും. ആ ഇമാജിനേഷനെ ഏറ്റി മുകളിലേക്ക് ആത്മാവിനെ കൊണ്ടുപോകണമെങ്കിൽ മനസ്സിനെ സാധിക്കുകയുള്ളൂ. മനസ്സിനെ നല്ല രീതിക്ക് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇമാജിനേഷനെ എടുത്തിട്ട് ഉയർത്തി കൊണ്ടുപോകണം. മനസ്സിനെ എന്ത് വിളിക്കും? ഗരുഡൻ, ഗരുദ്മാൻ ഡയതേ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷനെ എടുത്തിട്ട് ആത്മാവിനെ ഉയർത്തി കൊണ്ടുപോകണം എന്നർത്ഥം. ഈ വിധത്തിൽ ഭഗവാനെ കാണുമ്പോൾ ഇവിടെ സത്യം വിധാതും നിജഭൃത്യഭാഷിതം എന്നാണ്. ആ ഭൃത്യൻ പറഞ്ഞത് സത്യമാക്കി ചെയ്യാൻ നോക്കൂ. എവിടെ പോയത് കണക്റ്റ് ആവുമെന്ന് ഭീഷ്മസ്തുതിയിൽ പറയൂ. ഭഗവാനെ കൊണ്ട് ആയുധമെടുപ്പിക്കുന്ന ഞാനും എന്നെ വീഴ്ത്തുമെന്ന് ഭഗവാനും പ്രതിജ്ഞ ചെയ്തു. പക്ഷെ എൻ്റെ പ്രതിജ്ഞ സത്യമാക്കാൻ ആ പരമകാരുണികനായിട്ടുള്ള ആ ഗുരുവായൂരപ്പൻ ആയുധമെടുത്തു, തേർച്ചക്രം എടുത്തിട്ട് എന്നെ കൊല്ലാൻ വന്നു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഭക്തൻ്റെ ഭൃത്യനാണ് ഞാൻ എന്ന് പറയണതിൻ്റെ അക്ഷരാർത്ഥത്തിലാണ് ഇങ്ങനൊരു രൂപം എടുത്തത്. ആ രൂപമെടുത്ത് വളരെ ലീലയായിട്ട് അത് കടന്നു പിടിച്ച് ഹിരണ്യകശിപുവിനെ വധിച്ച്, ആ വധിക്കുന്നതൊക്കെ ശരിക്ക് വളരെ വിസ്തരിച്ച് നല്ല രസമായിട്ട് പറയേണ്ടതാണ്. അത് തെയ്യത്തിൻ്റെ കഥയിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ വടക്കൻ കേരളത്തിലൊക്കെ തെയ്യത്തിന് ഈ കണ്ണൂരൊക്കെ നരസിംഹമൂർത്തിയുടെ വിഷ്ണുമൂർത്തി തെയ്യത്തിന് ഇവിടുന്ന് ഇങ്ങനെ ഒരു എക്സ്ട്രാ കൈയിടും, കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു കൈയിടും കുരുത്തോല കൊണ്ട്. കാരണം 4 കൈ കൊണ്ട് ഞെക്കിപ്പിടിച്ചിട്ടും ഇവനെ അടക്കാൻ സാധിച്ചില്ല അത്രേ ഭഗവാൻ. 5ാമതൊരു കൈ മുതുകുന്ന് വന്നിട്ടാത്രേ വയറ് കീറിയത്. അത് ചെറുവിരലിൻ്റെ നഖം കൊണ്ട് കീറിയെന്നാണ്. അതുകൊണ്ടാണ് മധ്വാചാര്യർ വന്ധസ്മാൻ പുരൂതവൈരി ബലവൻ മാതംഗമാധ്യദ്ഘട എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ നഖസ്തുതി 2 ശ്ലോകത്തിലുള്ള നഖസ്തുതി എഴുതാനും കാരണം. ഭഗവാന്റെ ആ അവതാരം കണ്ടിട്ട് പ്രഹ്ലാദനൊഴികെ സകലരും മോഹാലസ്യപ്പെട്ടു എന്നാണ്. ഹിരണ്യകശിപുവിന് എന്താ സംഭവിക്കണമെന്ന് മനസ്സിലായില്ല. സിംഹം എങ്ങനെയാണോ അതിൻ്റെ ഇരയെ പിടിക്കണത്, അല്ലെങ്കിൽ സർപ്പത്തിനെ എങ്ങനെയാണോ ഗരുഡൻ പിടിക്കണത്, അതുപോലൊരു പിടുത്തം കൊണ്ട് പിടിച്ചു. ആ പിടുത്തം പിടിച്ച് അവനെ തൂക്കിയെടുത്ത് ഉമ്മറപ്പടി പോയിട്ടിരുന്നു. അദ്ദേഹം അവിടെ ഇരുന്ന പാടെ 2 കാലകത്ത് 2 കാല് പുറത്തുപോയിട്ടൊരു സിംഹാസനം അവിടെ ആവിർഭവിച്ചു എന്നാണ്. അതിലിരുന്ന് ആകാശത്തുമല്ല ഭൂമിയിലുമല്ല രാത്രിയുമല്ല പകലുമല്ലാത്ത സന്ധ്യാസമയത്ത് മനുഷ്യനുമല്ല മൃഗവുമല്ല ബ്രഹ്മസൃഷ്ടികളിൽ ഒന്നും പെടാത്ത ഒരായുധവുമല്ലാത്ത നഖം കൊണ്ട് ഭഗവാൻ ഹിരണ്യകശിപുവിൻ്റെ പ്രാണനെടുത്തു. നോക്കൂ, കുറച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞായിട്ട് ഒരു മുലക്കണ്ണിൽ കൂടെ പ്രാണം വലിച്ചു കുടിക്കണ അതേ പരമാത്മാവ് തന്നെയാണ് ഇത്ര ഗംഭീരമായിട്ടുള്ളൊരു രൂപം എടുത്തിട്ട് ഇത്ര ഗംഭീരനായിട്ടുള്ളൊരു അസുരനെ ആ ഭഗവാന് തൻ്റെ ആ പാർശ്വതനായിട്ടുള്ള വിജയനോടുള്ള സ്നേഹം ആലോചിച്ച് നോക്കൂ. അല്ല, ജയനോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് ആലോചിച്ച് നോക്കുക. കാരണം വിദ്വേഷഭക്തിയിൽ മോക്ഷം കൊടുക്കണത് എങ്ങനെയാണ്? വെറുത്ത് 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 വിളിക്കുമ്പോൾ ആ രൂപത്തിൽ വന്നിട്ടാണ് മോക്ഷം കൊടുക്കണം. അങ്ങനെ കൊടുത്ത് ആ എന്താ പറയുക, അവൻ്റെ ആ പ്രാണൻ എടുക്കുന്ന സമയത്ത് കഥകളിയിൽ അത് അറിവുള്ള നടന്മാരത് ചെയ്യാറുണ്ട്. അവസാനം പ്രാണം പോണ നേരത്ത് ഹിരണ്യകശിപു 2 കൈയും കൂപ്പിയിട്ട് ആ നരസിംഹത്തിന് ഒന്ന് തൊഴും. അവർ കടിച്ചു കൊടയലുണ്ട്. കോട്ടയ്ക്കൽ ദേവദാസേട്ടൻ്റെയൊക്കെ നരസിംഹൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ മറക്കില്ല. ദേവദാസേട്ടൻ്റെയൊക്കെ നരസിംഹം, കാരണം വർഷത്തിൽ 10-40 നരസിംഹം കെട്ടുന്ന ആളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ആമസോണിന് വേണ്ടി ചെയ്യുന്ന ഡോക്യുമെൻ്ററി ഇപ്പോൾ ഏകദേശം കഴിയാറ് 6-7 കൊല്ലമായി ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതിൽ തന്നെയുണ്ട് അനവധി നരസിംഹങ്ങൾ. അതിലൊന്ന് ഞാൻ ഗുരുവായൂർ ഡോക്യുമെൻ്ററിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊരു കടിച്ചു കൊടയലുണ്ട്. കടിച്ചിട്ട് ഇങ്ങോട്ടും കടിച്ച് ഇങ്ങോട്ടും കുടയും. ശരിക്കും ഒരു മൃഗം എങ്ങനെയാണോ അതിൻ്റെ സകല ചേഷ്ടകളോടും കൂടിയിട്ട് അത്രേ ഭഗവാൻ അവതരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പരമശുദ്ധൻ, പരമശാന്തൻ, പുരുഷോത്തമൻ, നാരായണൻ, ആ ഭഗവാൻ ഒരു ഭക്തന് വേണ്ടിയിട്ട് ഈ മലമൂത്രങ്ങൾ നിറഞ്ഞു നിൽക്കണ കുടല് കടിച്ച് കുടഞ്ഞു, രക്തം കുടിച്ചു, മാംസം കടിച്ചു കീറി. ഭഗവാൻ ഭക്തന് വേണ്ടി തന്നെ ചെയ്യില്ല എന്നാണ്. അഹോബലത്തിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ നരസിംഹത്തിൻ്റെ ആ ഭാവം ശരിക്കും മനസ്സിലാവും. ഇവിടെ ഏതോ ഒരു നരസിംഹ ഭക്തി ഉണ്ടായിരുന്ന ഒരാളിപ്പോൾ ഇവിടെ ഇല്ല. ആ ആളുടെ വിഷമം ഇവിടെ നിൽക്കുന്നുണ്ട്.
ഭയങ്കര നരസിംഹഭക്തിയുള്ള ആരോ ഇവിടെ ഉണ്ടായിരുന്നു അനവധി കാലം തോന്നും. ആരോ ഉണ്ട്. അവരെൻ്റെ റിലേറ്റീവാണ്. അപ്പം ഭഗവാൻ അത്രയ്ക്ക് ശക്തനായിട്ട് വന്നിട്ടുള്ളൊരു അവതാരം വേറെ നമുക്ക് കാണാൻ സാധിക്കില്ല അതുവരെ. അതിനുശേഷം കണ്ടകത്വം, ശത്രുസംഹാരത്വം ഏറ്റവും കാണുന്ന അവതാരം ശ്രീകൃഷ്ണൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നരസിംഹം പാവാണ്, ഒരാളെ കൊന്നിട്ടുള്ളൂ. കൃഷ്ണൻ അങ്ങനെയല്ല, ലക്ഷക്കണക്കിന് പേരെയാണ് വധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ശിശുപാലനെ വധിക്കണ സമയത്ത് പോലും ഒരു ശ്ലോകമുണ്ട്, സിംഹം കുറുനരി കൂവണ കേട്ടിട്ട് ഗുഹയുടെ പുറത്ത് ഇങ്ങനെ കിടക്കും അത്രേ. അതുപോലെ കൃഷ്ണൻ ഇരുന്നു എന്ന് സിംഹാസനത്തിൽ. ശിശുപാലൻ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഭർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് സിംഹം. ഇത് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് മുരിങ്ങൂര് ശങ്കരൻ പോറ്റി കുചേലോപാഖ്യാൻ, കുചേലവൃത്തം, കഥകളി, ആട്ടക്കഥ എഴുതിയപ്പോൾ അതിലൊരു വരി എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയുന്ന ഒരു പാട്ടാണ്, അജിതാഹരേ ജയ മാധവ വിഷ്ണു എന്നുള്ളത് അല്ലേ. അതിൽ നീലനീരത വർണ്ണ മൃദുല കമല രുചിര നയന നൃഹരേ എന്നാണ് വിളിക്കണത്. കുചേലൻ കൃഷ്ണനെ വിളിക്കുകയാണ്. മൃദുല കമല നയനനായിട്ടുള്ള നീയ് രുചിര നയനൊക്കെയാണ്, പക്ഷെ നീ നൃഹരിയാണ്, അത് മറക്കരുത്. ഗുരുവായൂരപ്പൻ നരസിംഹമാണെന്ന് മറക്കണവന് പ്രതിഫലം വളരെ വലുതായിരിക്കും, ഒരു സംശയവും വേണ്ട. ഗുരുവായൂരപ്പൻ്റെ തന്നെ വിശേഷമായിട്ടുള്ള ശ്രീവിദ്യാസമ്പ്രദായത്തിലുള്ള ഒരു അഷ്ടോത്തരമുണ്ട്. ആ അഷ്ടോത്തരത്തിൽ നരസിംഹരൂപായ എന്ന് വ്യക്തമായിട്ട് വിളിക്കുന്നുണ്ട് ഗുരുവായൂരപ്പനെ. ആ പ്രതിഷ്ഠാമൂർത്തിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നരസിംഹത്തിൻ്റെ ആ ആവിർഭാവം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ അന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ ബ്രഹ്മസൃഷ്ടികളുടെയും സങ്കല്പങ്ങളെ തകിടം മറിച്ചുകൊണ്ടായിരുന്നു. അതുപോലൊരു വസ്തുവിനെ കണ്ടിട്ടില്ല. അത് വ്യാസമഹർഷി വളരെ എളുപ്പത്തിൽ എഴുതി വെച്ചു എന്ന് മാത്രം. അവരൊക്കെ വളരെ സൂത്രരൂപത്തിൽ എഴുതും, ന മൃഗം ന മാനുഷം എന്ന് പറയും. അതിനെ ഭട്ടപാദർ അവസാനിപ്പിക്കണം എങ്ങനെയാണ് നാരായണീയത്തിൽ? ഏവം അഭിനയിച്ചു എന്നാണ് പറഞ്ഞത്. രൗദ്ര നടനം, നാട്യം കളിച്ചു, നീ രൗദ്രതയായിട്ട് അഭിനയിച്ചു ഗുരുവായൂരപ്പ എന്നും പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഞാൻ എന്താ ശ്ലോകങ്ങൾ അധികം ചെല്ലാത്ത വെച്ചാൽ ആ ഭാഗം വരാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തിരുമേനി അത് വായിക്കും 6 മണിക്ക് ശേഷം. ആ സമയത്ത് ഭഗവാനെ നന്നായിട്ട് മനസ്സിൽ വിചാരിക്കുക. നമ്മുടെ മനസ്സിലുള്ള അഹങ്കാരത്തിനെ ഭഗവാൻ തൻ്റെ ചെറുനഖം കൊണ്ട് കീറിക്കളയട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ഭഗവാനെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുക. അങ്ങനെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്താലേ നമുക്ക് പ്രഹ്ലാദനെ പോലെ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. ആ ഘോരമായിട്ടുള്ള രംഗം കണ്ടിട്ടും പ്രഹ്ലാദൻ്റെ മനസ്സിന് യാതൊരു വിധത്തിലുള്ള ഇളക്കവും തട്ടിയിട്ടില്ല. ഇതേ സ്ഥിരതയാണ് നമ്മൾ ജഡഭരതനിൽ കണ്ടത്. സ്ഥിതപ്രജ്ഞൻ എന്ന് നമ്മൾ വിളിക്കണം അങ്ങനെയുള്ളവരാണ്. ജഡഭരതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആരുമായിരുന്നില്ല ആ കൊള്ളക്കാർ. ഭദ്രകാളി തലവെട്ടി പന്താടി രക്തം കുടിച്ച കൊള്ളക്കാർ അദ്ദേഹത്തിൻ്റെ ആരുമല്ല. ഇവിടെ മരിക്കണതാരാ? സ്വന്തം അച്ഛനാ. പക്ഷെ അച്ഛൻ്റെ കർമ്മത്തിനുള്ളത് അച്ഛന് ഭഗവാൻ കൊടുക്കണം എന്നുള്ള ചിന്ത ഉറച്ചിരുന്നത് കൊണ്ട് അത് വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഒരു ഭാഗത്ത് ഞാൻ മുമ്പ് പറയാറുണ്ട്, ഈ ഹിരണ്യകശിപു ചീത്ത പറഞ്ഞ ആ വഴക്ക് പറഞ്ഞ് ആ വാഗ്വാദം മൂർച്ഛിക്കുന്ന ആ സമയത്ത് പ്രഹ്ലാദനെല്ലാം ശാന്തമായിട്ട് മറുപടി പറയണം. ഇദ്ദേഹം അങ്ങോട്ട് തിളച്ചു മറിഞ്ഞു വരുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോൾ പറയും രാജൻ എന്നാണ് വിളിക്കുന്നത്. അതായത് അധികാരസ്വരത്തിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛാന്ന് വിളിക്കണം നിർത്തിയിട്ട് രാജാവേ എന്നാണ് പറയണത്. വളരെ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും അച്ഛാന്ന് പറയുന്നുണ്ട്. എന്തിനാ അവിടെ രാജാവേ എന്ന് ഉപയോഗിച്ചിരിക്കണം വെച്ചാൽ അവിടെ അധികാരത്തിൻ്റെ സ്വരത്തിൽ സംസാരിച്ചു. അപ്പോൾ ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ എന്നുള്ളതും രാജാവ് എന്നുള്ളതും ഒക്കെ മാറി മറിയുന്ന റോൾസ് മാത്രമാണ്. ജഡഭരതൻ പറഞ്ഞത് ഓർക്കുക, സ്വാമിയും സേവകനും രാത്രി 8 മണിക്കൂർ ജോലി ചെയ്യണ രാജാവിൻ്റെയും കഥ പറഞ്ഞു തന്നില്ലേ? അതേപോലെ ഇത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അച്ഛനില്ല, അമ്മയില്ല, കൂടപ്പുറപ്പില്ല, ഒന്നുമില്ല. ഭഗവാന്റെ തന്നെ വ്യത്യസ്ത രൂപങ്ങൾ മാത്രം എന്നുള്ള ബോധം ശരിക്ക് നരസിംഹാവതാര കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൻ്റെ അവസാനത്തിൽ പ്രഹ്ലാദൻ്റെ സ്തുതിയുണ്ട്. പ്രഹ്ലാദൻ ഭഗവാനോട് അപേക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്. ഭഗവാൻ അനുഗ്രഹിക്കണു. നീ ഒരാൾ ജനിച്ചത് കൊണ്ട് നിൻ്റെ എത്രയോ തലമുറകൾ ശുദ്ധമായി എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുകയാണ്. അത് കഥകളിൽ തന്നെ ഒരു പദമുണ്ട്, വരിക സമീപേ ഭക്ത പ്രഹ്ലാദ എന്ന് പറഞ്ഞിട്ട് വിളിക്കും അടുത്തേക്ക്. ഇവിടെ വാ, എൻ്റെ അടുത്ത് വാ, ഇവിടെ വന്നിരിക്കേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കും ഭഗവാൻ. ആ വിളിച്ച അടുത്തിരുത്തുന്ന സമയത്ത് അരുതരുതിനിയും പിതൃവധഖേദം, അച്ഛനെ കൊന്നൂന്ന് സങ്കടപ്പെടരുത്, ദുരിതം ചെയ്താൽ വരുമോ നന്മകൾ എന്ന് ചോദിക്കും. അതെങ്ങനെയാണ് ചോദിക്കുക? ആ സമയത്ത് പിതൃവധഖേദം എന്ന് പറയുമ്പോൾ അലറിയിട്ട് ഇങ്ങനെ ചാടും. ചാടിയതിന് ശേഷം പോയിരുന്നിട്ട് നമ്മൾ ഓരോരുത്തരെയും കാണികളിൽ വിരൽ ചൂണ്ടി കാണിക്കും. ദുരിതം ചെയ്താൽ വരുമോ എന്നാണ്. ദുരിതം ചെയ്തിട്ട് പിന്നെ നിങ്ങൾ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുകയെന്ന്.
തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിച്ച് തന്നെ ഇരിക്കുന്നുള്ള സാമാന്യ നിയമത്തിനെ ഒരു കോസ്മിക് സ്കെയിലിൽ ഭഗവാൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നു. അതിനുശേഷം പ്രഹ്ലാദനെ രാജ്യാഭിഷേകം കഴിച്ചിട്ടാണ് ഭഗവാൻ അന്തർധാനം ചെയ്യണം. ആ ഭാഗമൊക്കെ നാളെ വായിക്കുള്ളൂ. സ്തുതി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ. അങ്ങനെയുള്ള നരസിംഹമൂർത്തിയെ എല്ലാവരും മനസ്സുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം, നരസിംഹമൂർത്തേ ശരണം, പ്രഹ്ലാദവരദാ ശരണം, സ്വാമിയേ ശരണമയ്യപ്പ. Hare Krishna, Hare Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Hare Hare, Hare Rama, Hare Rama, Rama Hare Hare, Hare Krishna, Hare Krishna, സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. നാരദവാചാം അടുത്ത അധ്യായമാണ് നരസിംഹാവതാരം. പ്രഹ്ലാദന്റെ വാക്യം സത്യമാക്കൊണ്ട് ഭഗവാൻ നരസിംഹമായിട്ട് അവതരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. നാരദവാചാം അഹരൈത്യസുതാസ്വർണയത്രുത്വാ ജഗതന്ദ്രമദ്യത്വാന്നൈവ പൂർവനുശിക്ഷിതം അഥാജമനുസുതസ്തേനാം ബുദ്ധിമേകം സംസ്ഥിതാം ആരക്ഷ്യഭീരത്വരുദോരജ്ഞാവേദയദ്യഥാ ശ്രുത്വാ തത്പ്രിയം നിത്യോ ദുസ്സഹം തനയാനയം കോപാവേതരഗാത്ര പുത്രം ഹന്തം മനോദധേയം ചിത്വാ പരിണയാവാച പ്രഹ്ലാദമദർഹണം ആയേക്ഷമാണ പാവേന തിരത്തീനേന ചക്ഷുഷാം പ്രശ്രയാമനന്ദം ബദ്ധാഞ്ജലവസ്ഥിതം സർപ്പപദാഗതൈവശ്വസൻ പ്രവൃതിദാരുണാം ഹേ ദുർവിനീതാം മന്ദാത്മൻ കുലഭേദകരാധമാം ശബ്ദം മക്ഷാസുരോദ്ധൂലം നിശ്ചീത്വാദ്യമക്ഷയം ക്രുദ്ധസ്യസ്സലപ്പൽദൈ ത്രയോ ലോകാഃ സഹേശ്വരാഃ തസ്യ മേ വീരവന്മൂഢാ ശാസനം കിം ബലോത്യഗാഃ. പ്രഹ്ലാദോവാചാം ന കേവലം മേ ഭവദത്തരാജൻ സ്വൈവരം പരിണാം ജാമഹീണാം പരേ പരേ മേ സ്ഥിരജംഗമായേ ബ്രഹ്മാദയോ യേന മനം പ്രണീതാഃ. സൈശ്വരകാലമനുക്രമോസോജസ്തരസത്വബലിന്ദ്രിയാത്മാ സേയമിഷ്ടംബരമസ്തദത്യവിഹ്യത്യവക്തൃത്വപ്രത്രീഷാം യജ്ഞാസുരം ഭാവമന്ദമത്പരം സ്മംബനോദസ്നദ്യവിദ്വഷാം ഹൃദയേജിതാത്മനോപഹസ്തിനാൽ തദ്ധിഗ്യനന്ദസ്യ മനസ്സമർദ്ദനം ദസ്യൂൻപരാ ഷണ്ണവിജിത്യരുമ്പതോ ദസ്യൂൻപുരാ ഷണ്ണവിജിത്യരുമ്പതോ മന്യേ സുജിതാദിശോദശാം ഇതാത്മനോ യസ്തമസ്തദീനാം സഹനോ സമൂഹ പ്രഭവാ കുലപരേയം
കരണ്യമസ്മരുമാന വ്യക്തം ത്വമൃത്കാമോസി യോനിമാത്രം വിദഗ്ധസേയം മുർഷൂണാം ഹിമന്താത്മൻ തനസ്യൽ വിപ്ലവാഗ്രാം യസ്ത്വയാ മന്ദവഗ്യുക്തോ മദന്യോ ജഗദീശ്വര ക്വാസോ സർവത്ര തസ്മാത് സ്തഭേ നദൃശ്യതേ സോഹം വിദഗ്ധമാനസ്യ ശിരക്കായധരാമിനേ ഗോപായേതകരിസ്ത്വദ്യ യസ്തൈ ശരണനിപ്സിതം ഏവം ദുരുക്തൈ മുഹുരദ്ദയന്തുഷാ സുതം മഹാമാധവം മഹാസുരാം ഖഡ്ഗം വദർഗൗപദുരോവിമാ ഇതാ പരാവനാണ് സ്തംഭം തഥാ വാണിബലസ്വമുട്ടിനാൻ ഖഡ്ഗം ഗൃഹൃഗ്യോത്പദിതോ പരാവനാണ് സ്തംഭം തഥാ വാണിബലസ്വമുട്ടിനാൻ തദൈവ തസ്മിൻ നിരതോദിഭീഷണോ ബഭൂവയേനണ്ഡകരാമസ്ഫുടൽ യമ്മൈ സുതുസ്ന്യമോപദന്ത്യജാതയ ശ്രുത്വാ ദാമാപ്യഹമണ്ഡമേരിരേ സവിക്രമൻ പുത്രവൃദ്ധരോജസാ നിഷണ്ഡദർഹ്രാദപൂർവാത്ഭുതം അന്തസ്തവായാം ദർശതൽപദം വിദത്രതല്യേന സുരാരിയൂഥവാ സത്യം വിധാതും നിജവൃത്യഭാഷിതം വ്യാപ്തിഞ്ചഭൂതേശ്വരേണാത്മനാം അദർശുതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ നമൃതം നവാരിതം സർവത്ര ഗോവിന്ദാങ്കേശ്വരം വ്യാപ്തിഞ്ചഭൂതേശ്വരേണാത്മനാം അദർശുതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സദായാം നമൃതം നമാനുഷം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം സത്വമേനം പരിതോപശ്യൻ സ്തംഭസ്യ മധ്യാനർജിഹാനം അഹം മൃഗോ മാമിതരോ വിചിത്രം അഹോ ക്ഷീരന്ദ്രചന്ദ്രരൂപം മീനോത്സമാനസ്തമുദ്ധുലഗ്രതോം ൃംഗരൂപസ്തരം ഭയാനകം പ്രദത്തരാമീരണ്ടരോദരം സ്വരസ്ഥലാ കേസരദൃഭിലാനനം പ്രഹീണമേ കരാളന്ത്രം കരമാളഞ്ചരക്ഷരന്തയുഗ്വം ഭ്രൂഢീമഹോദ്വനം തബ്ധോദ്ധരണം ഗിരിയന്തരദ്ഭുതം രാക്താസ്യനാഥം അനുവേദഭീഷണം അല്പമധ്യമം അല്പമധ്യമം
ദിവസ്പ്രജക്തായ മദഗ്ധമീവര ഗ്രീവോർവക്ഷത്തലപുഷ്പമധ്യമം ചന്ദ്രാംശുഗൗരേക്ഷരിതം തനൂരവൈയം വിശ്വദ്ഭുജാനികസുതം ദഹായുധം ദുരാവതം സമുജീതരായുധ പ്രമേക വിദ്യാദൈത്യദാനം പ്രഹേണമേയം കരുണോരുമായിന വദസ്മൃതോനേന സമുദ്യതേന ഏവം ബൃഹസ്തഭ്യമതൽ ഗദായുധാംഗം നൃസിംഹം പ്രതിദൈത്യകുഞ്ചരാം അരക്ഷിതാഗ്രോ പതിതപ്പതങ്കമോ യഥാ നൃസൂരസ്തദാമാം നദദ്വചിത്രം പരിതത്വകാമനി സ്വദേശായോന്നു പരാവിഭക്തമാം ഗോപിവദ്യാഭ്യരൻ മഹാസുരോ ഗൃഹാനൃസിംഹം ഗൃഹയോരുവീരയാം തം വിക്രമന്തം സഗതം ഗദാധരോ അഹോരകം രാക്ഷസതോ സാഗ്രഹീൽ സദസ്യസ്തർക്കലിതത്തഥാസുരോ വിക്രീണതോ യദ്ഗരുത്മത അസബ്ദമന്യന്തോമര ഘനദ്ധരാ ഭാരതർവധിഷ്ണവാ തം മന്യമാനോ ജവീരഗിതം യദ്ഹസ്തമുക്തോ നൃഹരിം മഹാസുരാം പുരസ്തമാസഞ്ജലർഗധർമ്മണീയം പ്രകൃത്യവേഗേനസ്ത്രമോ മൃതേയം തം ശേനവേഗം സഹസ്രപത്മഭി തരന്തമച്ഛദ്രവജ്ഞോ ഹരിയം കൃത്വാട്ടഹാസം ഖരം സ്വരർപ്പണം നിമീലദക്ഷം ജഗേ മഹാജവാൻ വിശ്വസ്ഫുരന്തം ഗൃഹാതുരം ഹരി ജ്ഞാനോദാഹം പുരുഷാക്ഷരത്വജം ധ്വനൂയ ആപദ്ദാരലീലയാ മഹേയദാഹിം ഗഡോ മഹാവിനം സംരംഭദുഷ്പ്രേക്ഷകരാവരോദനോ യാത്താനന്ദം വിജയം സ്വജിത്വയാ അതുർലവത്താനകേസരാനോ യഥാന്ത്രമാരീം ദിവഗത്തയാ ഹരി സർവത്ര ഗോവിന്ദനാമകീർത്തനം ോരികം സൃജ്യസ്യാനുജരാനുദായുധാൻ ഹന്നമന്താൻ നവചത്രവാഗ്നിഭി ദുർദണ്ഡയൂതോനുമഹൻ സഹസ്രശാം സടാവദൂതാം ജലരാപരാമതൻ ഗൃഹദൃഷ്ടിമുത്തരോജതാം അംബോദയ വാസകദാമയക്ഷു നിർഹ്രാദഭീതാ ദിഗഭാവിനുക്രുജു ദത്തസ്ഥലക്ഷിത്തമാനദംഗുരാ പ്രസ്തർപ്പദക്ഷ്മാനപദാതിപീഡിതാ ശൈലാസമുൽപേതരമുഷ്യരംഗസാം തത്തേതാഖം ബഭുഭോനരേതിനീയം തസ്സഭായാം ഉപവിഷ്ടമുത്തമേ നിർവാസനേ സമ്പ്രദേ സംവിഭു അരക്ഷുതദ്വൈതമത്യമർഷണം പ്രചണ്ഡവക്രം ദഭാതകഷ്ടനാം നിശമ്യലോകത്രയമസ്തകജ്വരം തമാനദൈത്യം ഹനാഹതം മൃതേയം പ്രകർഷമേവക്കരിതാനാമുഹു ഋസൂനവർഷൈ ഉഷസ്സുരസ്ത്രിയാ തഥാമാനാപരിമന്നമസ്തരോ നമസ്തരം ദുദക്ഷതാ കുങ്കുലമാസുനാകിനം തഥാമാനാപരിമന്നമസ്തരം ദുദക്ഷതാ കുങ്കുലമാസുനാകിനം സുധാരകാദുന്ദവയോധനഗ്നിരേയം ഗന്ധർവമുഖ്യാ നരദുർജഗുസ്ത്രിയാ തത്രോപപ്രജ്ഞബുധ ബ്രഹ്മേന്ദ്രഗരിഹാദയാ ഋഷയപിതരസിദ്ധാ വിദ്യാധരമഹൂരകർണാ മനുവപ്രധാനാമ്പതയോ ഗന്ധർവ അപ്സരധാരണാ യക്ഷാ കിംപുരുഷാത്മാദ വേദാളാ സിദ്ധഹിന്ദനാ തേ വിഷ്ണുവാസുദാ സർവേ സുനന്ദകുമുദാദയ മൂർധ്യം ബദ്ധാന്തരപുരാ ആസീനം ഹിമൃതേജസം ഈടിരേ ഹരദർദൂരം ഹദൂരരാപ്രദം പൃഥക് ബ്രഹ്മോവാചാം ദോസ്പരന്താദുഹന്തസക്തയേ യത്ര വീര്യായ പവിത്രകർമ്മണേ വിശ്വസർഗസ്ഥിതമ്യമാൻ ഗുണൈഃ സ്വലീലയാ സന്തതദേവ്യാത്മനേ ശ്രീരുദ്രൗവാച കോപാലോ ഇദന്തസ്തേ ഹദൂയമസുരോത്പര
തസ്തുതം പാകിപസൃതം ഭക്തനേ ഭക്തവത്സല ഇന്ദ്രൗവാച പ്രത്യാനീതാ പരോപദാസ്തഭാഗം സ്വഭാഗ നിത്യാക്രന്തം കൃതികമനം സ്വഗ്രഹം പ്രത്യബോധി പ്രത്യാനീതാ പരോപദാസ്തഭാഗം നിത്യാക്രന്തം ഹൃദയമനം സ്വഗ്രഹം പ്രത്യബോധീയം കാലഗ്രസ്തം കീരിതമഹോ നാഥ ശുശ്രൂഷതന്തേ മുക്തിത്തേടാം നഹി ഭഗവതാ ഹൃദയ ഊജോ ത്വം നസ്തോ പരമർത്ഥയാത്മദേനോ ഹിരീടമാതൃണാത്മകതന്തുസജ്ജ തദ്വിപ്രവൃത്തമനന്യകരണ്യപാരാം രക്ഷാഗ്രീതമനാമനന്വംസ്ഥാ പിതര ഊരു ശ്രാദ്ധാർദോനുഭൂലേ പ്രഥമം തനൂലൈ ദത്താനുദത്തമേ കൗരത്തിരാംബൂ തസ്യോദരാനഃ വിദീർണവാദ്യവർച്ചൽ തസ്മൈ നമോ നരഹരേ ധർമ്മപത്രേ സിദ്ധാ ഊരു യോഗതിം യോഗസിദ്ധാമസാധു അകാരിണിം യോഗതവോബലേനാം അനാദർപ്പം തന്നൈ നിർദ്ദലാരാം തസ്മൈ തുഭ്യം പ്രണതാസ്മോ നൃസിംഹാം വിദ്യാധരാ ഊരു വിദ്യാം പ്രദഗ്ധാനയാനിദഗ്ധാം യശേതജ്ഞോ ബഹവീരതൃപ്തമാം സൈരസഖ്യേമസുബദ്ധദത്തം മായാജന്മം പ്രണതാസ്മനിത്യം ആദാ ഊരു ഹേന വാഹേനക്നാനി സ്ത്രീരത്നാരകദാനിനാം തദ്ദക്ഷപാലനേനാസാം ദത്താനന്ദനമോസ്തുതേ മനവ ഊരു മനവോ വയം തവനിദേശകാരണോ നിധിജേനത ബഹിഭൂതസേതവ അവതാരസ്തവ സംകൃത പ്രഭോ ഖരവാമതേക്ക് മനുരാദികിങ്കരാൻ പ്രജാപതയ ഊജോ പ്രതീക്ഷാവയന്തേ മഹേഷാവദൃഷ്ടാം തയേന പ്രജാ വൈ സൃജാമോ നിഷിദ്ധാം സയനത്വയാ ഭിന്നവക്ഷാനുഷേദേ ജഗന്മംഗളം തത്വമൂർത്തേവതാരാം ഗന്ധർവാ ഊരും വഹം വിബോധേ നട്ടിജായരാം ഏനാത്മസാ വീരബലോജസാകൃതാം സൈണനീതോ ഭവദാനകാനുമാം കിമുൽപദസ്ഥാം കുശലായ കൽപ്പതേ ചാരണാ ഊരും ഹരേ തപാംഗ്രിമംഗജം ഭവാവർഗമസ്തൃതാ യഥേഷദാനരക്ഷയത്വയാസുരസ്തമാവിതാം യക്ഷാ ഊരു വയമണിജനമുഖ്യാക്രമഭിസ്തേവനത്യയ്യ പരസുതസുതേന വിദുസുതേന പ്രാവിതാമാകത്വം സ്വതു ജനപരിതാവർത്തകൃതം ജാനദാവേ നലകരവലീല പഞ്ചദാം പഞ്ചവംശാം കിംപുരുഷാ ഊരു അയം കിംപുരാന്തു മഹാമൃണീശ്വരാം അയം പുരുഷോ നട്ടോ നികൃതസ്വാതിരജ്യതാം വൈതാളികാ ഊരു സഭാതത്രേണ വാമരം യശോ ഗീത്വാവദ്യാം ലപതിം ലഭതീം ലഭാമകേ യസ്താമനീണേ പ്രസവേണ ദുർജനോ ദൃഷ്ട്യാമതത്തെ ധ്വന്യധാമയാം കിന്നരാ ഊരു വയമീശരണാത്തമാനികാ ദിദിദേന വിഷ്ണുമനാനികാരിതാ അവതാഹരേ സമൃതനോവസാനിതോ നരസിംഹനാഥ ഭവായ നോ ഭവാം വിഷ്ണുവാശ്വതാ ഊരു അഗ്നിധരൂപമദ്ഭുതന്തേ ദഷ്ടന്ന ശ്രമത സർവലോകധർമാം സ്വയം ദേവികരൈസവിപ്രദത്ത തസ്യേദം നൂതനമനുഗ്രഹായ വിദ്വാം ഗുരുവായൂരപ്പ ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാഠംസ്കന്ധായാം സപ്തമസ്കന്ധേ പ്രഹ്ലാദേ നിത്യരാജവതേ നൃസിംഹസ്തവോ നാമ അഷ്ടമോധ്യായ സർവത്ര ഗോവിന്ദദാസകീർത്തനം